ഒരു വർഷക്കാലമായി നാം ഏവരും ഈ ഒരു വർഷത്തിന് മുമ്പ് കാണാത്ത കേൾക്കാത്ത ചില വാർത്തകൾ വർദ്ധിച്ച തോതിൽ കണ്ടുവരികയാണ്. സർക്കാർ അല്ലെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന, ഏതെല്ലാം നിലയ്ക്ക് ഇതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുമോ അത്തരം എല്ലാ സ്റ്റെപ്പുകളും എടുക്കുന്ന, അത്തരം എല്ലാ മെഷേഴ്സും പ്രതിരോധം തീർക്കുന്ന ഒരു ഒന്നിച്ചെല്ലാവരും ഇടപെടുന്ന ചില സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും വിസ്ഡം സ്റ്റുഡൻസിനും ഈ ഒരു അവസരത്തിൽ ലഹരിക്കെതിരെ നമ്മുടെ ശബ്ദം അത് വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ള വലിയ ഉത്തരവാദിത്ത ബോധമാണുള്ളത്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി എതിരെ എന്ന പേരിലുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ, ലഹരിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം തിന്മകൾക്കെതിരെ നമ്മുടെ ശബ്ദം വീണ്ടും വീണ്ടും ഉറക്കെ പറയണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ എതിരെ എന്ന ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ക്യാമ്പയിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ഇവിടെ തൊട്ടു മുമ്പ് എന്നുള്ള ഡോക്യുമെൻ്ററിയിൽ നമ്മൾ കേട്ടതുപോലെ ലഹരി ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം എന്നതായിരുന്നു. തീർച്ചയായും ആത്യന്തികമായ പരിഹാരം അത് തന്നെയാണ്. ലഹരിയെ പോലെയുള്ള എല്ലാ തിന്മകളും അത് നമ്മളെ ഒടുക്കത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആ ഒടുക്കത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ പരിഹാരം എന്നത് അത് തുടങ്ങാതിരിക്കുക എന്നത് തന്നെയാണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിനിന് അത്തരമൊരു തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു പാനൽ ഡിസ്കഷനിലും അത്തരം ചില പരിഹാരങ്ങളുടെ വർത്തമാനങ്ങൾ തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ലഹരിയെപ്പറ്റി എല്ലാവരും, ഇപ്പം ഞാൻ തന്നെ ഈ തുടക്കത്തിൽ ഇതുവരെ അതിൻ്റെ പ്രശ്നങ്ങളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ പ്രശ്നങ്ങളാണ് മനസ്സിൽ വരികയുള്ളൂ. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കുള്ള എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി നോട്ടീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പരിഹാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ പലപ്പോഴും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. വിസ്ഡം സ്റ്റുഡൻസ് ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ആ പ്രശ്നങ്ങളെ ബോധ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ പരിഹാരത്തിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ റെമഡിയൽ മെഷേഴ്സും എടുക്കാൻ നമ്മെ ഏവരും പ്രാപ്തരാക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായും ഈ ഒരു പാനൽ ഡിസ്കഷനിൽ ലഹരി പരിഹാരത്തിൻ്റെ വർത്തമാനങ്ങൾ എന്ന ഈ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മൾ കാണുന്നത് പരിഹാരങ്ങൾ മാത്രം അത് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ്. ഒരുപക്ഷെ നാളെ നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ആ വാർത്തകളിലെ ഇന്ന പ്രദേശത്തുള്ള 6ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി ലഹരിയുടെ ഒരു കാരിയർ ആയിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആ വാർത്തയിൽ അതൊരിക്കലും നമ്മുടെ മകൻ, നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളും, ഈ ശബ്ദം കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും അതിൽ ആ പേരിൻ്റെ ലിസ്റ്റിൽ അവിടെ വരികയില്ല എന്നും നമ്മുടെ അഡ്രസ്സ് ആ ഭാഗത്ത് പതിയുകയില്ല എന്നും ഉറപ്പിക്കാനുള്ള ചില പ്രായോഗികമായ പരിഹാരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു പാനൽ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ വി പി ബഷീറാണ്. അദ്ദേഹത്തെ ഈ ഒരു പാനൽ ചർച്ചയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം 3 അതിഥികൾ നമ്മോടൊപ്പം ചേരാനുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടുള്ള KM അഭിജിത്ത്, അതുപോലെ SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സയ്യിദ് സാദിഖ്, അതുപോലെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് എന്നിവർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരും. നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. കഥകൾ നമുക്കെപ്പോഴും വലിയ രൂപത്തിൽ വലിയ മെസ്സേജുകൾ പകരുന്നതാണ്. പക്ഷേ അത്തരം കഥകൾ ചില അനുഭവങ്ങളാണെങ്കിലോ, ആ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാടധികം വിഷമങ്ങൾ ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണെങ്കിലോ. ഒരു ഉമ്മ, ആ ഉമ്മയുടെ അടുക്കിലേക്ക് തൻ്റെ മകൻ വരികയാണ്. ആ മോൻ പറയുന്നത്, ഉമ്മ എനിക്ക് വായിൽ ചെറിയൊരു പുണ്ണുണ്ട്, നാവിൽ ചെറിയൊരു പുണ്ണുണ്ട്. അപ്പോൾ ഉമ്മ സ്വാഭാവികമായിട്ടും പുണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോനെ ചേർത്ത് നിർത്തി പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ലടാ, പുണ്ണല്ലേ, വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. ശേഷം ആ ഉമ്മ മോനെ വിടുകയാണ്. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടും ആ പുണ്ണ് കുറയുന്നില്ല. അപ്പോൾ മോൻ വീണ്ടും പറഞ്ഞു, ഉമ്മ പുണ്ണുണ്ട്. മോന് 14 വയസ്സാണ് പ്രായം. ഈ പുണ്ണ് കുറയാത്തത് കൊണ്ട് ഉമ്മ പറഞ്ഞു, നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാം. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർ പറഞ്ഞു, വായിലെ പുണ്ണല്ലേ, വലിയ പ്രശ്നമൊന്നും കാര്യമാക്കാനൊന്നുമില്ല, ഒരാഴ്ചയ്ക്കുള്ള ആൻറ്റിബയോട്ടിക് എഴുതുന്നുണ്ട്, ആ ഗുളിക കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിടുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ വായിലെ പുണ്ണ് കുറഞ്ഞില്ല, അത് കൂടി വന്നു. ആ ഉമ്മ സ്വന്തം ഭർത്താവ് മരിച്ച ഒരു വിധവയായിരുന്നു. ആ കുട്ടിയെ കഴിഞ്ഞ 10-12 വർഷം വളർത്തിയിട്ടുള്ളത് ഒരു വിധവയായിട്ട്. ആ കുട്ടിയെ വളരെ സ്നേഹപൂർവ്വം, ഉപ്പയില്ലാത്ത പ്രശ്നം അനുഭവിക്കാത്ത രൂപത്തിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് വളർത്തിയതാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഈ കുട്ടിക്ക് വീണ്ടും ഈ വായിലെ പുണ്ണ് കുറയുന്നില്ല. ആ കുട്ടി നേരെ വീണ്ടും ഉമ്മയോട് പറഞ്ഞു, ഇത് കുറയുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നേരെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ വീണ്ടും മറ്റ് ചില ടെസ്റ്റുകൾക്ക് വേണ്ടി എഴുതി കൊടുത്തു. ആ ടെസ്റ്റ് എഴുതി അതിന് റിസൾട്ട് വന്നപ്പോൾ, ആ റിസൾട്ട് ഡോക്ടറെ കയ്യിൽ കിട്ടിയപ്പോൾ ഡോക്ടർ ആ ഉമ്മയോട്, ഉമ്മ മാത്രം വന്നാൽ മതി, മോൻ പുറത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു.
ഉമ്മ ഡോക്ടർ റൂമിലേക്ക് അകത്തേക്ക് കയറി. ഡോക്ടർ റിസൾട്ട് ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. മോന് ക്യാൻസറാണ്. നാവിലും വായിൻ്റെ പല ഭാഗത്തും ക്യാൻസർ അത് കുറച്ച് കൂടിയിട്ടുണ്ട്. 3rd സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് 4th കടക്കാൻ അത്ര സമയമൊന്നും വേണ്ട. അവൻ്റെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളെയും ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഉമ്മയോട് ഡോക്ടർ ആ വിഷയം വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഇത് കേട്ടതും സഹിക്കവയ്യാതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയായതുകൊണ്ട് തന്നെ ഉമ്മ ഇരുന്ന കസാരയിൽ നിന്ന് തെന്നി താഴെ വീഴാണ്. ഉമ്മ വീഴുന്ന സൗണ്ട് കേട്ട് പുറത്തിരുന്ന മകൻ ഉള്ളിലേക്ക് വരികയും ആ ഉമ്മയെ എടുത്തുകൊണ്ട് ആ ഡോക്ടറെ അടുത്തിരുന്നു. ഡോക്ടർ പറഞ്ഞു, മോനെ നീ എത്ര കാലമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? അപ്പം അവൻ പറഞ്ഞു, ഇല്ല ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് ആദ്യം കളവ് പറഞ്ഞെങ്കിലും പിന്നീട് അവൻ സത്യം പറയേണ്ടി വന്നു. അവൻ ഉപയോഗിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായി അവൻ ഏറ്റവും മാരകമായ, ഞാനൊരു പേരുകളിലേക്കൊന്നും പോകുന്നില്ല, ഏറ്റവും മാരകമായ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം ആ ഉമ്മയ്ക്കോ അവൻ്റെ കൂട്ടുകാർക്കോ മറ്റാർക്കും അറിയുന്നില്ല എന്നും ഈ 2 വർഷക്കാലം അവൻ അത്തരം യാതൊരു ലക്ഷണങ്ങളും പുറത്ത് കാട്ടിയിട്ടില്ല എന്നതുമായിരുന്നു. ശേഷം ആ കുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ ഒരു പരിച്ഛേദം എന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം ഒരു വാർത്തയിൽ ഒരുപാട് മെസ്സേജുകൾ ഇതിലുണ്ട്. ഈ കുട്ടി ഇത് ഉപയോഗിച്ചു എന്നതിൻ്റെ കാരണത്തെ നമ്മൾ തേടി പോകുമ്പോൾ ആ ഉമ്മ പോലും അറിയുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എങ്ങനെയായിരിക്കാം നമ്മുടെയൊക്കെ മക്കളിലേക്ക് പോലും ഇത്തരം ലഹരിയുടെ വലിയ കെണികൾ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. ആദ്യമായി നമ്മൾ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ബഷീർ VP പോകുന്നത്. അദ്ദേഹത്തോട് ആദ്യമായി നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ലഹരി എന്നത് പൊതുവിൽ എല്ലാവരും ഒന്നടങ്കം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് സൊല്യൂഷൻ എന്ന പേരിലുള്ള ഒരു വൈജ്ഞാനിക പ്രദർശനത്തിലാണ് നിൽക്കുന്നത്. വളരെ ബോധപൂർവമാണ് സൊല്യൂഷൻ എന്നതിന് പേര് കൊടുത്തത്. തീർച്ചയായും പരിഹാരങ്ങളിലേക്ക് തന്നെയാണ് നമുക്ക് വരാനുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന മറ്റൊരു പ്രവണത എന്നത് ലഹരി അടക്കമുള്ള എന്ത് തിന്മകളാവട്ടെ അതിനങ്ങോട്ട് പർവ്വതീകരിക്കുന്ന, അതൊരു വലിയ സംഭവമായി ഇന്ന് ഒരു പേപ്പർ ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരൊറ്റ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സമൂഹം മൊത്തത്തിൽ ലഹരിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാട്, ആ നരേഷനിലൂടെ പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ള തിരിച്ചറിവുകൾ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഡോക്ടർ ഷഹബാസ് അവസാനിപ്പിച്ച ആ ഒരു ഭാഗം ലഹരിക്കെതിരെയുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടിനെ കൊണ്ടുവരുമ്പോൾ പൊതുബോധം യഥാർത്ഥത്തിൽ എല്ലാവരും ലഹരിക്കടിമകളാണ് എന്ന് വരുത്തി തീർക്കും വിധമുള്ള ചില കോണുകളിൽ നിന്നെങ്കിലും അത്തരം പ്രചാരണങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കേൾക്കാൻ ഇടയാകുന്നു എന്നത് നമ്മൾ ഒരിക്കലും മറച്ചുവെക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ പൊതുജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നത് അത്രമാത്രം കൂടുതലായ രീതിയിൽ ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഉള്ളത് തന്നെയാണെങ്കിൽ പോലും അതിനെ കൂടുതൽ പർവ്വതീകരിച്ചുകൊണ്ട് പൊതുജന മധ്യത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പലപ്പോഴും മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നത് നാം കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സഹോദരൻ ഷഹബാസിൻ്റെ സംസാരത്തിൽ ഈയൊരു ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ലഹരിയുടേതായി ലഭ്യമായിട്ടുള്ളത് എന്നതിൻ്റെ പേര് വിവരണങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഷഹബാസ് സംസാരത്തിനിടയിൽ പറയുകയുണ്ടായി. എന്തേ കാരണം, ഒരുപക്ഷെ ഇവിടെ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച്, മാർക്കറ്റിൽ ലഭ്യമായ വ്യത്യസ്തമായ ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് എണ്ണി പറയാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പദാർത്ഥത്തെക്കുറിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിന്തയിലേക്ക് അത് വരികയാണെങ്കിൽ അതെവിടെയാണ് ലഭ്യമാവുക എന്ന ഒരു ജിജ്ഞാസ ഒരുപക്ഷെ ഒരു കുട്ടിയിൽ ഉണ്ടായേക്കാം. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇത്തരം വിഷയങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനും ബോധവൽക്കരണം ഉണ്ടാക്കുവാനും അതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളടക്കം അതുപോലെയുള്ള ഈ ലഹരിക്കെതിരിൽ എന്തെല്ലാം പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉയർന്നു വരേണ്ടത് ഈ വിഷയം വല്ലാതെ പർവ്വതീകരിക്കുന്നതിന് പകരം
ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇതിലേക്ക് കുട്ടികൾ എത്തുന്നതിന് ആ കുട്ടികളെ പ്രാപ്തമാക്കുന്ന വ്യത്യസ്തമായ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ എത്തിക്കഴിഞ്ഞ കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഇതുവരെ എത്തിയിട്ടില്ലാത്ത കുട്ടികൾ ഒരിക്കലും ഇതിനോട് അടുക്കാതിരിക്കാനുമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകളിലും ഇത്തരം വേദികളിലും ഇത്തരം ഏതേത് ലഹരിക്കെതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലും ഉണ്ടാകേണ്ടത് എന്നതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നമ്മളെല്ലാവരും പരിഹാരത്തിലേക്ക് തന്നെയാണ് കാതോർക്കുന്നത്. ഈ ഒരു ചർച്ച നടത്തുമ്പോൾ വളരെ ബോധപൂർവം തന്നെയാണ് ലഹരി ചില പരിഹാരത്തിൻ്റെ വർത്തമാനങ്ങൾ എന്ന ടൈറ്റിൽ നമ്മൾ ഇട്ടത്. ഇന്ന് ഈ ഒരു സദസ്സിലും ഇതിനെ പർവ്വതീകരിക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് മടങ്ങാനുള്ള, പ്രത്യേകിച്ചും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വിസ്ഡം സ്റ്റുഡൻസ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഈ ഒരു ലഹരി എന്ന കയത്തിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയ്ക്ക് മോചനം എന്നത് സാധ്യമാണ്. അത്ര വലിയ പ്രശ്നമൊന്നും അല്ല ഇത്. മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ചില പ്രായോഗികമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ ഒരു ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ പാനലിസ്റ്റ് ആയിട്ടുള്ള 2 പേർ കൂടി നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സാഹിബ് എത്തിയിട്ടുണ്ട്. അതുപോലെ SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സയ്യിദ് സാദിഖ് അവർകളും എത്തിയിട്ടുണ്ട്. ആദ്യമായി നവാസ് ഖാൻ, ഈ ഒരു ചർച്ചയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സംഘടനകളും അല്ലെങ്കിൽ സർക്കാർ തലത്തിലും അല്ലാതെയും ഒക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടന്നു വരുന്നുണ്ട്. ആ ബോധവൽക്കരണങ്ങൾ പലതും വളരെ ക്രിയേറ്റീവായിട്ടുള്ള അഭിനന്ദനാർഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ പലരും പറയുന്നത്, ഈ ഒരു ചർച്ചയിലേക്കുള്ള ഹിൻസ് എടുക്കാൻ തന്നെ പല വിദ്യാർത്ഥികളുമായി ഒരു സർവേ നടത്തിയപ്പോൾ തന്നെ പല ബോധവൽക്കരണ ക്ലാസ്സുകളും സ്കൂളിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും എൻ്റെ സ്കൂളിലെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് അവനത് ഉപയോഗിക്കുന്നതിനെ തടയാൻ ആ ക്ലാസ്സുകൾക്കൊന്നും കഴിയുന്നില്ല എന്ന് കുട്ടികൾ നമ്മളോട് പരിതപിക്കുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കാറുണ്ട്. എന്താണ് അതെനിക്ക് കമൻറ്റ് ചെയ്യാനുള്ളത്? തീർച്ചയായും വളരെ ഈ വിഷയം എത്രത്തോളം സങ്കീർണമാണോ അതുപോലെ എനിക്ക് അതിനേക്കാൾ സങ്കീർണമാണ് ഇതിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. ഈ പരിഹാരം കണ്ടെത്തണമെങ്കിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ അടുത്ത ദിവസം ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസം മുൻപ് മലപ്പുറം ജില്ലയിലെ ഒരു നാർക്കോട്ടിക് CIയുമായി ബന്ധപ്പെട്ട് സംസാരം നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നവർ 8ാം തരം മുതൽ +2 വരെയുള്ള കുട്ടികളാണ്. നമ്മളിപ്പം വിളിക്കുന്ന സോക്കാൾഡ് ലഹരികൾ, ആ ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഈ പ്രായത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലായി ഞങ്ങൾ കണ്ടുവരുന്നത്. അതിൽ തന്നെ ഞങ്ങൾക്ക് കണക്കുകൾ ഒരു അതിശയോക്തി തോന്നിയത് പെൺകുട്ടികളാണ് കൂടുതൽ ഇതിൻ്റെ കാരിയേഴ്സായി വരുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായിരിക്കും ഈ കുട്ടികൾ ഇതിലേക്ക് വരാനുള്ള കാരണം? ആ കാരണമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ സാമൂഹികമായി ചർച്ച ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു മൈൻഡ് കപ്പാസിറ്റി വളരെ കുറവാണ്. സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഒരു വേദന വന്നാൽ, എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അവർ അഭയം പ്രാപിക്കാവുന്ന ഒരു ഇടമായി ഇതിനെ കാണുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായി പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നമെങ്കിൽ, ആണോ എന്നുള്ളത് നമ്മൾ ചർച്ചയിൽ രൂപപ്പെട്ട് വരേണ്ടതാണ്. അതാണ് യഥാർത്ഥ പ്രശ്നമെങ്കിൽ നമ്മൾ പരിഹാരമായി നിർദ്ദേശിക്കേണ്ടത് ഇത്തരം സാഹചര്യത്തിൽ ഈ കുട്ടികൾ അഭയം എവിടെ പ്രാപിക്കണം എന്നുള്ളതാണ്. എന്തിൽ അഭയം പ്രാപിക്കും? ലഹരിയിൽ അഭയം പ്രാപിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇവർക്കുള്ള മറ്റു അഭയകേന്ദ്രങ്ങൾ എന്നതിനെക്കുറിച്ച് ഇവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത്, പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഫാമിലി ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയാറ്. കുടുംബം ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തുമാകട്ടെ, മാർക്ക് കുറഞ്ഞത്, ടീച്ചർ തല്ലിയത്, സുഹൃത്ത് ബന്ധം തെറ്റിയത്, അല്ലെങ്കിൽ പ്രണയം പൊളിഞ്ഞു പോയത്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ഇതിൻ്റെ അഭയം പ്രാപിക്കേണ്ടത് ഈ ലഹരിയിലല്ല. പകരം നമ്മുടെ കുടുംബത്തിൽ ഉമ്മയുടെ മടിത്തട്ടിലാണ്, ഉപ്പയുടെ മാറിടത്തിലാണ്. അവിടെ പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങളില്ല, അവിടെ ഡിസ്കസ് ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങളില്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു അന്ത്യം കൽപ്പിക്കേണ്ടത് എന്ന രൂപത്തിലേക്കൊരു പഠനം കുട്ടികൾക്കിടയിൽ എവിടെയോ അന്യമായി പോയിട്ടുണ്ടോ എന്നൊരു തോന്നൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകം, ഇത് 1 ടൈം യൂസ് ചെയ്താൽ ലൈഫ് ടൈം അഡിക്റ്റഡ് ആണ് എന്നാണ്. ഇത് മാത്രമാണ് ലഹരി എന്ന രൂപത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ലഹരികൾ ഒരു 1 ടൈം യൂസ് ചെയ്താൽ അത് ലൈഫ് ടൈം അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കൊല്ലം ജില്ലയിലെ ഒരു അമ്മയുടെയും മകളുടെയും കഥ എന്നോട് ഉദാഹരണമായിട്ട് പറഞ്ഞു. ഈ കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് അവരെ കൊല്ലം പോലീസ് അറസ്റ്റ് ചെയ്തത്. എനിക്കൊന്നു കൊല്ലം ജില്ലയിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണമായി പറഞ്ഞത്, ഈ മകൾ ഇങ്ങനെ പിന്നെ അമ്മയും അച്ഛനും കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നു, പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു, കോസ്മെറ്റിക് ഐറ്റംസ് പുതിയ വാങ്ങിക്കുന്നു. അപ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് വിടുന്ന പണം കിട്ടുന്ന സംശയം തോന്നിയ അമ്മ ഇവളുടെ റൂമും ബാഗും ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് സോക്കാൾഡ് കുറച്ച് ലഹരികൾ കിട്ടി.
അപ്പോൾ ആ സമയത്ത് അമ്മയെ തർക്കിച്ചു. അപ്പോൾ അമ്മയോട് മകള് പറഞ്ഞു, ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അമ്മ, ഒരു തവണ ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ അതുവരെ അവളെ റൂമിൽ അടച്ചിട്ടിട്ട് അമ്മ പുറത്ത് കാവലിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മ ജസ്റ്റ് ഈ മോള് പറഞ്ഞ 1 ടൈം യൂസ് ചെയ്തതാണ്. ആ ഉപയോഗിക്കൽ പിന്നെ 6 മാസം 7 മാസം അങ്ങനെ നീണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിൽ പിടിക്കപ്പെടുന്നത് പിന്നെ അതേ വീട്ടിനകത്ത് അച്ഛനുണ്ട്, ഈ മകളും ഈ അമ്മയും ആ നാട്ടിലെ വിൽപ്പനക്കാരായി മാറി. നാട്ടിലെ ലഹരി പോലീസ് ഇപ്പോൾ ഈ വിവാദ കാലഘട്ടങ്ങളിൽ ഇത് വല്ലാണ്ട് പിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഇത് വിൽപ്പന നടത്തുന്ന ആളെന്നൊക്കെ ഇവരിലേക്ക് വന്നു. ഇവരിൽ പിടിക്കപ്പെട്ട ശേഷം പോലീസിനോട് ഇവർ പറയുമ്പോഴാണ് ഈ വസ്തു പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ഒരു തവണ ഏതെങ്കിലും ഒരു നിമിഷത്തെ സങ്കടത്തിലോ വിഷമത്തിലോ ഒരു തവണ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം അഡിക്റ്റഡ് ആണ് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ആ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ ആർക്കാണ് സാധിക്കുക? അത് അധ്യാപകർക്കോ അതല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനേക്കാൾ ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു കൂരക്ക് കീഴിൽ നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല. ഈ മകൻ അല്ലെങ്കിൽ മകൾ, ഉപ്പ ഉമ്മ, നമ്മൾ പരസ്പരം ഹൃദയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാതിരുന്നിട്ട് കാലം ഒരുപാടായി. പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്, ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇവർക്ക് പരസ്പരം കഴിയാതെ പോകുന്നൊരു അകലം ഈ കുടുംബങ്ങൾക്കിടയിൽ രൂപപ്പെട്ട് വന്നോ എന്നൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ പരിഹാരമാണ്, സൊല്യൂഷനാണ് ഇവിടെ വിസ്ഡം സ്റ്റുഡൻസ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ സൊല്യൂഷൻ നമ്മളൊക്കെ നിൽക്കുന്ന നമ്മുടെ കുടുംബമായിരിക്കും. അത് വൺ ഓഫ് ദി ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമാണ് സൊല്യൂഷൻ എന്നല്ല, വൺ ഓഫ് ദി ബെസ്റ്റ് സൊല്യൂഷൻ അവിടെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഒന്നാമതായിട്ട് കുട്ടികളുടെ ആ ഒരു പ്രായം അതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ പുതിയ കാലത്തെ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ലേറ്റസ്റ്റ് റിസർച്ച് സ്റ്റഡീസും പറയുന്നത് പിന്നെ ഒരു 12 ഇയേഴ്സിന് താഴെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു പകുതി സ്റ്റേജിൽ പോലും എത്തുന്നില്ല. 21 ഇയേഴ്സാണ് ഓൾമോസ്റ്റ് ഏതൊരു കുട്ടിയുടെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർത്തിയാകാനുള്ള പ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 21 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രോൺ ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പൂർണ്ണമായും വ്യവച്ഛേദിച്ചറിയാൻ കഴിയില്ല. അതിൽ പല കാര്യങ്ങളും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികളുടെ പ്രായം മാത്രം നമ്മളൊരു വലിയ ഘടകമായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ സ്വാധീനിക്കപ്പെടുന്ന മറ്റു പല 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 വിഷയങ്ങളുണ്ട്, നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ വിഷയങ്ങളൊക്കെ അതിന് സഹായകമാകുന്നുണ്ട്, അതിന് കുറ്റക്കാരാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഈ പ്രായവും പിന്നെ ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇതൊന്നുമില്ലാത്തൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു കുട്ടി പറഞ്ഞൊരനുഭവം, പിന്നെ വളരെ നല്ല ഒരു കുടുംബത്തിൽ വളർന്ന ഒരു പെൺകുട്ടി, +2 വരെ ഏറ്റവും നന്നായി മതപരമായി നല്ലൊരു അന്തരീക്ഷത്തിൽ വളർന്നൊരു പെൺകുട്ടി. ആ കുട്ടി +2-ന് ശേഷം ക്യാമ്പസ് ജീവിതത്തിലേക്ക് പോവുകയാണ്. പോയപ്പോൾ നേരെ കേരളത്തിന് പുറത്തുള്ള ബാംഗ്ലൂരിലൊരു ക്യാമ്പസിനാണ് അഡ്മിഷൻ കിട്ടുന്നത്. അവിടെ പോയി ഹോസ്റ്റലിൽ താമസിച്ചു, സ്വന്തം കൂട്ടുകാരികളുമായിട്ടൊരു കമ്പനിയായി. ആ കുട്ടി അപ്പോൾ പോലും വളരെ നന്നായി തന്നെ ഈ ലഹരി എന്ന വസ്തു കൃത്യമായിട്ട് അറിയാം, അതൊരു പ്രശ്നമാണ്, ഞാൻ അതിലേക്ക് പോകരുതെന്നൊക്കെ അറിയുന്ന കുട്ടിയാണ്, ഒരിക്കലും പോവുകയുമില്ല ആ സ്വഭാവം വെച്ച്. പക്ഷേ ഒരു ദിവസം രാവിലെ, ക്യാമ്പസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, രാവിലെ തൊട്ടടുത്തുള്ള ജ്യൂസ് പാർലറിലേക്ക് പോയി. ആ ജ്യൂസ് ഷോപ്പിൻ്റെ ഉടമ ഈ ലഹരി വസ്തുവിൻ്റെ ഒരു ക്യാരിയർ ആയിരുന്നു. അദ്ദേഹം ഈ കുട്ടിക്ക് ഒരു ജ്യൂസിൽ ഇത് കലക്കി കൊടുത്തു. അത് ഏറ്റവും പുതിയ സിന്തറ്റിക് ഡ്രഗ് തന്നെ ആയിരുന്നു. അത് കൊടുക്കുകയും ആ കുട്ടി അത് കുടിക്കുകയും ആ ഡ്രഗിൻ്റെ ആക്ഷൻ 24 മണിക്കൂറായിരുന്നു അതിൻ്റെ ദൈർഘ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സ്വാഭാവികമായും ആ കുട്ടി 24 അവേഴ്സ് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇതേ ജ്യൂസ് ഷോപ്പ് തേടി ആ ജ്യൂസ് ഷോപ്പിലേക്ക് വരികയുണ്ടായി. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ആ ജ്യൂസ് ഷോപ്പിൻ്റെ നിറം എന്നതൊരു കടും റോസ് നിറമായിരുന്നു. ഈ കുട്ടിക്ക് എവിടേക്ക് റോസ് കളർ കാണുമോ അപ്പോഴൊക്കെ ഈ കുട്ടിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ അതേ സ്ഥലത്തേക്ക് വീണ്ടും എത്താൻ കാരണമായി എന്നും ആ കുട്ടി അവിടെ എത്തുകയും അവളുടെ കൂട്ടുകാരികളെല്ലാം വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് അവൾക്ക് ഒരു നിമിഷത്തിൽ മനസ്സിലായി ഇത് ലഹരിയുണ്ട്, താൻ അഡിക്റ്റായി പോകുന്നുണ്ട്. ആ സമയത്ത് ആ കുട്ടിക്ക് തിരിച്ചു മടങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല രീതിയിൽ നല്ല ബോധമുള്ള ധാർമ്മിക അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾ പോലും ഇത്തരം ചതിക്കുഴികളിൽ പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കതിന് മുമ്പ് പകരേണ്ട ചില ധാർമ്മിക ബോധം, ഇപ്പോൾ നമസ്ക പറഞ്ഞതുപോലെ കുടുംബം എന്നതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. യഥാർത്ഥത്തിൽ ലഹരി പോലുള്ള അല്ലെങ്കിൽ മറ്റേത് അധാർമികത എന്ന് നമ്മൾ പറയുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരെ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. പക്ഷേ ഈ കുടുംബത്തിനും അപ്പുറം അവരുടെ മനസ്സിൽ അന്തർലീനമാകേണ്ട ചില ചിന്തകൾ വളരെ നേരത്തെ തന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ഇത്തരം ചില കെണികളിൽ അവർ പോലും അറിയാതെ, എൻ്റെ പോയിന്റ് അതാണ്, അവർ അറിയാതെ അവർ എത്താനുള്ള സാധ്യത ഏറെയാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതാണ് സാദിഖിലേക്ക് എനിക്ക് ഉന്നയിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ താമരശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്വദേശം അവിടെയാണ്. എൻ്റെ സ്വദേശം ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തിയാണ്.
അത്തരം വിഷയങ്ങളെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങളുടെ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചക്കെടുത്തത് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഗൗരവമുള്ള ഒരു കാര്യമായി കാണുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ കൊടുവള്ളിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കൊടുവള്ളി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഒരു ജീപ്പ് നിർത്തിയിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ലഹരിക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആരാണെന്നുള്ളൊരു കൗതുകത്തിൽ പോയി നോക്കി. അപ്പം വിസ്ഡം സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ജീപ്പ് നിർത്തി അവിടെ പ്രസംഗിക്കുന്നത്. ആദ്യം ഒരു വിദ്യാർത്ഥി നേതാവ് പ്രസംഗിച്ചു, പിന്നീട് ഒരു മുതിർന്ന ഒരു മതപണ്ഡിതനെന്ന് തോന്നിക്കുന്ന ഒരു അദ്ദേഹവും പ്രസംഗിച്ചു. കുറേ സമയം ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നു. ആ നാട്ടിലെ ജനങ്ങളോട്, കുറേ പേരൊന്നുമില്ല, ഈ ബൈക്കിലൊക്കെ അവിടെ വന്ന് നിർത്തി കേൾക്കുന്ന ആളുകൾ, അവരോട് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടു. ആ ക്യാമ്പയിൻ വളരെ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഉത്തരവാദിത്തത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളെല്ലാ സംഘടനകളും വളരെ കൂട്ടായി ഇക്കാലയളവിൽ നിർവഹിക്കേണ്ട ദൗത്യവും ഇത് തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും നവാസ് സാഹിബൊക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇതേ വിഷയത്തിൽ സമീപകാലത്ത് പങ്കെടുക്കുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചർച്ചയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നാട്ടിൽ വ്യാപകമാകുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ചും സ്ഥിതിവിവര കണക്കുകളെക്കുറിച്ചും ഒന്നും ചർച്ച ചെയ്യാനല്ല, മറിച്ച് പരിഹാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംഘാടകർ നേരത്തെ തന്നെ സൂചിപ്പിക്കേണ്ടത്. നമുക്ക് പരിഹാരത്തിലേക്ക് തന്നെയാണ് വരേണ്ടത്. പക്ഷെ അതിനു മുന്നേ ഒരൊറ്റ കാര്യം, ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാ കാര്യത്തിനും ഒരു കാരണവും എല്ലാ കാരണത്തിനും ഒരു കാര്യവും ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ആ നിലയിൽ അഡ്രസ്സ് ചെയ്യണം. ലഹരി ഒറ്റപ്പെട്ട ഒരു പ്രശ്നമല്ല. ലഹരി മറ്റനേകം ചില സാമൂഹിക പ്രവണതകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഉദാഹരണത്തിന് അരാഷ്ട്രീയത, ആക്രമണോത്സുകത, അതേപോലെ അരാജകത്വം, നിങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള അധാർമികത, അസന്മാർഗികത എന്നൊക്കെ പറയുന്ന പലതരം പ്രവണതകളുടെ കൂട്ടത്തിൽ നാം ചേർത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ലഹരി. ഒരു വിദ്യാർത്ഥിയിലേക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ഒരാളിലേക്ക് ലഹരിയായി എളുപ്പത്തിൽ വന്നു ചേരുന്നതിനേക്കാൾ കൂടുതൽ നാം കൽപ്പിക്കപ്പെടേണ്ട സാഹചര്യം എന്ന് പറയുന്നത് മറ്റനേകം പ്രശ്നങ്ങളാണ്. അതിലൊന്നാണ് ഈ അരാഷ്ട്രീയത എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പുതിയ തലമുറയിൽ, പുതിയ വിദ്യാർത്ഥി സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തോടോ ചുറ്റുപാടിനോടോ നാടിനോടോ രാഷ്ട്രീയത്തോടോ ഒരു പരിധിവരെ മതത്തോടോ ഒന്നും തന്നെ ഉണ്ടാകേണ്ട നിലയിലുള്ള അനുഭാവപൂർണമായ സമീപനവും താല്പര്യവും രൂപപ്പെടാതിരിക്കുകയും അവരിൽ ഒരു ചിന്തയും ആശയവും രൂപപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ ചെന്ന് ചേരുന്ന കൂട്ടങ്ങൾ അരാഷ്ട്രീയ കൂട്ടങ്ങളായി മാറുന്നു. നമ്മൾ ഗ്യാങ്ങുകൾ എന്നൊക്കെ വിളിക്കാം. ഈ ഗ്യാങ്ങുകളാണ്, ഈ ഗ്യാങ്ങിസമാണ് പലപ്പോഴും ആ കുട്ടികളെ ലഹരിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമാകുന്നത്. ഈ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും എല്ലാം പിയർ ഗ്രൂപ്പിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ കുടുംബത്തേക്കാൾ, അധ്യാപകരെക്കാൾ, സാമുദായിക നേതാക്കളെക്കാൾ, രാഷ്ട്രീയ നേതാക്കളെക്കാൾ എല്ലാം വിദ്യാർത്ഥികളും യുവാക്കളും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് അവരുടെ സുഹൃത്തുക്കളുമായാണ്, അല്ലെങ്കിൽ സമപ്രായക്കാരുമായാണ്. ആ പിയർ ഗ്രൂപ്പ് ഒരു അപ്പൊളിറ്റിക്കലായ ഒരു ഗ്യാങ്ങുകളായി മാറുമ്പോൾ ആ ഗ്യാങ്ങുകളുടെ ഇടവേളകളിലേക്ക് സ്വാഭാവികമായും ലഹരി കടന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറയുടെ വിദ്യാർത്ഥികളിൽ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്ന ഒരു ബോധം രാഷ്ട്രീയമൊന്നും വിദ്യാർത്ഥികളിൽ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടായി മാറുന്നു. അത് രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും എല്ലാം ആ ബോധം സൃഷ്ടിക്കുകയും ചില യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരും എല്ലാം ആ ബോധത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചില്ലായി നിന്നാൽ മതി, പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല, നിങ്ങൾ ചില്ലായി നിന്നാൽ മതി. അങ്ങനെ ചില്ലായി നിൽക്കാൻ എന്താണ് വഴി എന്നാലോചിക്കുമ്പോൾ, എപ്പോഴും ആനന്ദത്തോടു കൂടി നിൽക്കാൻ എന്തുണ്ട് വഴി എന്നാലോചിക്കുമ്പോഴാണ് ഇത്തരം ഏത് മൂഡ്, പൊളി മൂഡ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവർ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കുന്ന ആനന്ദദായകമായ ഒരു വസ്തു എന്നുള്ള നിലയിലേക്ക് ലഹരി അവരിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ റൂട്ട് കോസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിൽ ഒരു ആശയത്തെ, ആ ആശയം മതത്തിൻ്റെ ആശയമാകട്ടെ, രാഷ്ട്രീയ ആശയങ്ങളാകട്ടെ, സാമൂഹിക കാഴ്ചപ്പാടുകളാകട്ടെ, അത്തരം ആശയങ്ങളെ വിപുലപ്പെടുത്തുകയും അവരുടെ കൂട്ടങ്ങൾ ആ ആശയത്തിൻ്റെതായ കൂട്ടങ്ങളാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കൂട്ടങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് ചില നിലപാടുകൾ ഉണ്ടാകും. അത്തരം ഇടങ്ങളിലേക്ക് ലഹരി കടന്നു വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊന്നൊരു പരിഹാരം എന്നുള്ള രൂപത്തിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സംഘടന ഈ വെക്കേഷൻ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. ലഹരിക്കെതിരെ കായിക ലഹരി എന്നാണ് ഞങ്ങൾ ആ മുദ്രാവാക്യം വെച്ചിരിക്കുന്നത്. സ്റ്റുഡൻറ് ഒളിമ്പിക്സ് ആണ് നടത്തുന്നത്. അപ്പോൾ കുട്ടികളിൽ കായിക താല്പര്യം വളർത്തുക,
ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളോ ബാഡ്മിൻ്റണോ അല്ലെങ്കിൽ ടെന്നീസോ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ കളിക്കട്ടെ. റൂമിൽ ചടച്ചിരുന്ന് വീട്ടിൽ മടുത്തിരുന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മാത്രം കൈകാര്യം ചെയ്ത് ഒതുങ്ങിയിരിക്കുമ്പോഴാണ് അവർ ഒറ്റപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. ആ ലോൺലിനെസ്, ഒറ്റപ്പെടൽ അവരെ മറ്റനേകം മാനസികാവസ്ഥയിലേക്ക് നയിക്കുകയും അത്തരം മാനസികാവസ്ഥയിലേക്ക് കൂട്ടാളിയായി ലഹരി കടന്നു വരികയും ചെയ്യും. അപ്പോൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ നന്നായി കളിക്കാൻ പ്രേരിപ്പിക്കുക. അവർ നന്നായി നീന്തുകയും നന്നായി കളിക്കുകയും അവരുടെ അഭിരുചികളെ അതിനനുസരിച്ച് വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിത സാഹചര്യം അവരെ ഒറ്റപ്പെടലിൽ നിന്നും അതിൽ രക്ഷകനായി അവർ കരുതുന്ന ലഹരിയുടെ വിപത്തുകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ കാരണമായേക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ്. അത്തരത്തിലുള്ള ചില പരിഹാരങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ ശരിയായ ബോധവൽക്കരണവും, പിന്നെ മറ്റൊന്ന് ഭരണകൂടം ചെയ്യേണ്ടതാണ്, പോലീസും ഗവൺമെൻറ്റും എല്ലാം നിർവഹിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ലോകത്ത് വ്യാപകമായി ലഹരി ഉണ്ടാകുമ്പോൾ, ഇന്ത്യ രാജ്യത്തുണ്ടാകുമ്പോൾ, നമ്മുടെ കേരളത്തിലെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ അതിൽ മതിയായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ മുഖം നോക്കാതെയാണ്. അതിൽ സിനിമാ സംവിധായകരുണ്ട്, സിനിമാ നടന്മാരുണ്ട്, അറിയപ്പെടുന്ന റാപ്പ് പാട്ടുകാരുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്യുമ്പോൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എത്ര ഉന്നതരായാലും നിങ്ങൾ ഇത്തരം വസ്തുക്കൾ, സിന്തറ്റിക് ലഹരികളുടെ അല്ലെങ്കിൽ ഹൈബ്രിഡ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് തയ്യാറായാൽ നിങ്ങളെ പിടിച്ചകത്തിടും എന്നുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്. അത്തരം സന്ദേശം വ്യാപകമാക്കുകയും നമ്മുടെ നിയമ പാലകരുടെ കൂടി സഹായത്തോടെ സാമൂഹികമായ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ട്, അതിൽ മതസംഘടനകൾ, സാമൂഹിക സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചേർന്ന് നാട്ടിൻപുറങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക. നിങ്ങളുടെ പ്രസ്ഥാനത്തിനെല്ലാം സാധ്യമാകും. മഹല്ലുകളെല്ലാം കേന്ദ്രീകരിച്ച് ജാഗ്രതാ കൂട്ടായ്മകൾ രൂപീകരിച്ച് ഇത്തരം പ്രവണതകളെ ചെറുക്കുക എന്നുള്ളതാണ്. പിന്നെ നാട്ടിൽ ഒറ്റപ്പെട്ട ലഹരിയുമായി വ്യവഹരിക്കാൻ സാധ്യതയുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളെ കാണുകയും അഡ്രസ് ചെയ്യുകയും ചെയ്യുക. അത്തരം ഇടങ്ങളെ ഒരു പൊതു ഇടമാക്കി മാറ്റുക, പബ്ലിക് സ്ഫിയറാക്കി മാറ്റുക. പാലത്തിനടിയിലും അല്ലെങ്കിൽ നദിക്കരയിലും ഒഴിഞ്ഞ ഇടങ്ങളിലെല്ലാം ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്ന് തോന്നുമ്പം കൂട്ടായ്മയോടുകൂടി അത്തരം ഇടങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പൊതു ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ള ഒരു സവിശേഷമായ ഇടപെടലും കൂടെ നമുക്ക് നടത്താൻ സാധ്യമാണ്. അതിനപ്പുറമാണ് നേരത്തെ പറഞ്ഞ നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്ന ചില സാഹചര്യങ്ങളും സാധ്യതകളും. അതിനെക്കൂടി നാം ചെറുക്കാനുള്ള വലിയ ജാഗ്രത സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. ആ പരിഹാരം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന അപകടം, സ്വന്തം ഉമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന ആഷിക്കുമാർ, പോലീസിനെ കണ്ടപ്പോൾ MDMA വിഴുങ്ങി മരണം വരിച്ച ഷാനിദുമാർ, നോമ്പ് തുറക്ക് ഭാര്യ വീട്ടിലെത്തി ഭാര്യയെ കൊന്നുകളഞ്ഞ യാസിർമാർ എല്ലാവരും ഈ നാട്ടിലുണ്ടാകും. അത്തരം പേരുകൾ, അത്തരം വ്യക്തികൾ, അത് എല്ലാ സാമുദായിക വിഭാഗങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും ഞങ്ങളൊക്കെ ആത്മവിമർശനം നടത്തുന്നു. ഞങ്ങളുടെ തന്നെ രാഷ്ട്രീയ ചിന്താധാരകൾ പിന്തുടരുന്നവരിൽ ചിലരും ഇത്തരം കെണികളിൽ പെട്ടുപോകാൻ സാധ്യത. അതിൽ ആരും എക്സെപ്ഷൻ ഒന്നുമല്ല. എല്ലാ ഇടങ്ങളിലേക്കും അത് കടന്നു വരുന്നുണ്ട്. എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ഒരു മാന്യൻ, നല്ല പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ മകനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹമല്ല അതിൻ്റെ കുറ്റവാളി. ആ നിലയിൽ പുതിയ തലമുറ മാറുമ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ കൂട്ടായ്മകളും, എല്ലാ സമുദായങ്ങളും, എല്ലാ സമൂഹവും ഒന്നടങ്കം ഇതേ സംബന്ധിച്ച് ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ അനിവാര്യമായൊരു ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും സാദിഖോട് പറഞ്ഞതുപോലെ ഇത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി നമുക്ക് ചുരുക്കാൻ കഴിയില്ല. എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ സദസ്സിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഈ ശബ്ദം കേൾക്കുന്ന, തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും ഇതിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ നിലയ്ക്ക് ഇപ്പോൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടതായി പറഞ്ഞു. താമരശ്ശേരിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞൊരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ ലഹരിക്കെതിരെ സ്ട്രീറ്റ് ലോഗ് എന്ന പേരിൽ ഈ ഇതേ ടാഗ്ലൈൻ വെച്ചുകൊണ്ട് ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം, ഇത്തരം തിന്മകൾ തുടങ്ങാതിരിക്കുക തന്നെയാണ് പരിഹാരമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന പ്രോഗ്രാമുകൾ നടന്നു. പലയിടങ്ങളിലും ധർമ്മസമര സംഗമങ്ങൾ നടന്നു. കേരളത്തിൽ 100-ലധികം കേന്ദ്രങ്ങളിൽ ധാർമ്മികതയെ ഉറക്കെ പറയുക എന്ന ക്യാമ്പയിനുമായി ധർമ്മസമര സംഗമങ്ങൾ നടന്നു. ഇത് നമ്മൾ നടത്തുന്ന ചില പ്രോഗ്രാം മാത്രമാണ്. നേരത്തെ ഇതിനെതിരെ ക്യാമ്പയിൻ പറഞ്ഞു. ഇത്തരത്തിൽ ഇപ്പോൾ സാദിഖ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ SFIയുടെ, MSFൻ്റെ, KSUയുടെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ എല്ലാവർക്കും പറയാനുണ്ടാവും. എല്ലാവരും ഒന്നിച്ച് ഈ ഗോധയിൽ രംഗത്തുണ്ട്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വലിയ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സാദിഖ് പറഞ്ഞ ഒരു പോയിന്റ് മാത്രം ഞാൻ എടുക്കുകയാണ്. ഇവിടെ കുട്ടികൾ എത്താനുള്ള കാരണങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, പലപ്പോഴും ഒട്ടും മറ്റ് എൻഗേജ്മെൻറ്റ്സ് ഇല്ലാത്ത കുട്ടികൾ, അവർക്ക് അവരുടെ കൂട്ടുകാർ എന്ത് പറയുന്നുവോ അതാണ് വേദവാക്യം. ചില കുട്ടികളൊക്കെ ഈ ഒഴുക്കിൽ നീന്തുന്ന ചില ആളുകളെ പോലെ കാണാറുണ്ട്. ഒരു ഡാം തുറന്നു കഴിഞ്ഞാൽ കനാലിൽ ഒന്നിച്ച് വെള്ളം വരാറുണ്ട് അല്ലേ? ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ അവിടെ പൊങ്ങുതടികളായി ചില പൊങ്ങുതടികൾ അല്ലെങ്കിൽ തടികളൊക്കെ ഒഴുകി പോകുന്നത് കാണാം, ചില ഇലകളൊക്കെ ഒഴുകി പോകുന്നത് കാണാം. അതുപോലെ
എതിരെ നീന്താൻ കഴിവുണ്ടെങ്കിലും അതിന് ശ്രമിക്കാത്ത രൂപത്തിൽ അവരുടെ ചിന്താഗതികളും അവരുടെ പരിസരവും ഒക്കെ മാറിയതും ഒക്കെ നിമിത്തമായിക്കൊണ്ട് തന്നെ ഈ കുട്ടികൾ സ്വാഭാവികമായും അതിന് പിന്നാലെ ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയും. പിയർ പ്രഷർ എന്നാണ് ഇതിന് സ്റ്റഡീസ് പറയാം. അതായത് സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം ഒഴുകിപ്പോകുന്ന കുട്ടികൾ. ബഷീർ മാഷ് ഒരു അധ്യാപകൻ കൂടിയാണ്, ഒരു കോളേജ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിന് ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടി നേരത്തെ പറഞ്ഞ പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ കൂട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും ഇത്തരം തിന്മകളിൽ എത്തപ്പെടുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിൻ്റെ തുടക്കം എന്ത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അവരെത്തുന്ന ഒരൊറ്റ പോയിന്റ് ഉണ്ട്. അവരുടെ കൂട്ടുകാരിൽപ്പെട്ട ഒരു ഹീറോ ചമഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി, അവൻ ഈ കുട്ടിയോട് പറഞ്ഞു, പണ്ടെപ്പോഴോ ഒരിക്കൽ അവൻ ദുർബലനായി നിന്ന ഏതോ ഒരു സമയത്ത് അവനോട് പറഞ്ഞു, എടാ ഒരു പഫല്ലേ, ഒരൊറ്റൊരു പഫല്ലേ, എന്താ ഒരു പഫ് വലിച്ചുണ്ടാവാൻ പോണ്, ഒരു പഫ് വലിക്കുമ്പോഴേക്കും ഞാൻ അഡിക്റ്റ് ആവാൻ പോകുന്നുണ്ടോ, അതൊക്കെ വെറുതെ പറയുന്നതാ, ഒന്ന് വലിച്ചു നോക്ക്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രൂപത്തിൽ അവന് കിട്ടിയ ഒരു ഉപദേശം. ആ ഉപദേശം അവൻ പ്രായോഗികമായി കാണിച്ചു. അവൻ ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ഒരു ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ മാറി നിന്ന് ധാർമ്മികതയൊക്കെ പറയുന്ന ആളെന്ന് വെച്ചാൽ ഇന്ന് പ്രാകൃതനാണല്ലോ, അല്ലെങ്കിൽ അപരിഷ്കൃതനാണല്ലോ. അത്തരം കൂട്ടത്തിൽ പെടാതിരിക്കാൻ എല്ലാവരുടെയും കൂടെ കൂടിയായി പോയതുകൊണ്ട് പലപ്പോഴും ഇതിൽ പെട്ട അനുഭവങ്ങൾ കുട്ടികൾ പറയാറുണ്ട്. ഒരു ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ബഷീർ മാഷ് പറയാനുള്ളത്? ഈ വിഷയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ പരിഹാരങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലൊന്നാമതായി പറയാനുള്ളത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലേക്ക് എത്തുന്ന കാരണങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി അറിയുക എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൊതുവിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികൾക്ക് പനി വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, മോനെ നീ മഴ കൊണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം. മഴ കൊണ്ടാൽ അത് പനി വരാൻ കാരണമാകും എന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കുട്ടികളോട് പറയാറുള്ളത്, കുട്ടികൾക്ക് പനി വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ഒരു പരീക്ഷാ കാലയളവിൻ്റെ തൊട്ട് മുൻപിലാണെങ്കിൽ ആ സമയത്ത് പ്രത്യേകിച്ചും പനി വരാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, നീ മോനെ ഈ സമയത്ത് പ്രത്യേകിച്ച് മഴ കൊള്ളരുത്, മഞ്ഞു കൊള്ളരുത് എന്ന് പറയും. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ആ കാരണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയുമ്പോഴാണ് ആ കാരണങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ ഉള്ള ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാവുക എന്നതിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാനാണ് ഇങ്ങനൊരു ആമുഖം പറഞ്ഞത്. കാരണങ്ങൾ പലതും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരുപാട് കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ പൊതുവിൽ ക്യാമ്പസിൽ നിന്നാണെങ്കിലും അപ്പുറത്താണെങ്കിലും നമ്മുടെ കുട്ടികൾ കൺസ്യൂം ചെയ്യുന്ന ഡിജിറ്റൽ കണ്ടന്റുകൾ യഥാർത്ഥത്തിൽ അതിനൊരു കാരണമാകുന്നു എന്നതാണ്. അത് ക്യാമ്പസിനോട് കണക്ട് ചെയ്ത് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അത് വളരെ വ്യാപകമായി നമ്മുടെ കുട്ടികളെ ഇത്തരം ലഹരിയിലേക്ക് എത്തിക്കുവാൻ കാരണമാകുന്നു എന്ന് നാം ഒരിക്കലും മറന്നുകൂടാ. ഡിജിറ്റൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന റീലുകൾ, ഷോർട്സുകൾ, അതുപോലെ തന്നെ സിനിമകളിൽ ചിലതെന്ന് പറഞ്ഞുകൂടാ, സിനിമകളിൽ മിക്കവാറും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാവുന്ന വിധം അത്തരം സിനിമകളിലെ പല സീനുകളുമൊക്കെ സ്വാഭാവികമായും നമ്മുടെ കുട്ടികളെ അറിഞ്ഞും അറിയാതെയും ഇത്തരം ലഹരിയിലേക്ക് എത്തിക്കുന്നു, അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നത് യഥാർത്ഥത്തിൽ നാം കാണുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ കുട്ടികൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, യഥാർത്ഥത്തിൽ അവർ അറിഞ്ഞും അറിയാതെയും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ, പിഞ്ചോമനകൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ലഹരിയുടെ കെണികളിലേക്ക് അതൊന്ന് നുകർന്നു നോക്കാം എന്ന ജിജ്ഞാസയിലേക്ക് യഥാർത്ഥത്തിൽ അവരുടെ ചിന്ത വളർന്നു വരുന്നു എന്നത് യഥാർത്ഥത്തിൽ നാം കാണേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് പ്രത്യേകിച്ചും ക്യാമ്പസിൻ്റെ പരിസരത്തൊക്കെ ഉയർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾക്കിടയിൽ ഉയർന്നു വരുന്ന ചില ചിന്താധാരകൾ കൂടി യഥാർത്ഥത്തിൽ നമ്മളിതിന് കാരണമാകുന്നു എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നാം മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന വ്യത്യസ്തമായ ചിന്താധാരകൾ യഥാർത്ഥത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ക്യാമ്പസിലും പൊതുധാരകളിലും നമ്മൾ കാണുകയാണ്. എൻ്റെ ശരീരമാണ്, അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരത്തിന് എനിക്ക് തോന്നുന്നത് എന്തുമാവാം, അതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്ന ഒരു ചിന്താധാര യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിലും അകത്തും പുറത്തുമൊക്കെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. ആ ഒരു മാനസികാവസ്ഥയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ലിബറൽ ചിന്താഗതികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു
കുട്ടിയോട് നമുക്ക് അരുത് മോനെ, ഇത് പാടില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് നമുക്കറിയാം, യഥാർത്ഥത്തിൽ ലിബറൽ ചിന്താഗതികൾ, സ്വതന്ത്ര ചിന്തകൾ പലപ്പോഴായി പല കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ചും പൊതുമധ്യത്തിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നാം കാണേണ്ടത്, അത്തരം കുട്ടികളിൽ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആസ്വാദനത്തിൻ്റെ ഒരു രീതി. എങ്ങനെയാണ് ആസ്വാദനം ലഭ്യമാകുന്നത്? ഒരു കുട്ടി പള്ളിയിൽ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് സന്തോഷം കിട്ടാനാണ്. എന്നാൽ മറ്റൊരു കുട്ടി ലഹരിയിലേക്ക് പോകുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ അതും യഥാർത്ഥത്തിൽ സന്തോഷം കിട്ടാനാണ്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം, എനിക്ക് പരമാവധി ആസ്വാദനം കിട്ടുന്നതാണ് എൻ്റെ ശരി എന്ന് ശരിയും തെറ്റും നിർവചിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താധാര യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ്. ഈ സ്വതന്ത്ര ചിന്തകരുടെ ഒരു പ്രശ്നം, എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്ത ലഹരിയിലേക്ക് എത്തുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സ്വതന്ത്ര ചിന്തകൾ പലപ്പോഴായി പറയുന്നത് തിന്മകൾ വ്യവച്ഛേദിക്കുവാൻ മതത്തിൻ്റെ ആവശ്യമില്ല, പ്രമാണങ്ങളുടെ ആവശ്യമില്ല, മറിച്ച് നമുക്ക് ശരി എന്താണോ, എനിക്ക് ശരി എന്താണോ തോന്നുന്നത് അതാണ് എൻ്റെ ശരി, എനിക്ക് തെറ്റായി തോന്നുന്നത് എന്താണോ അതാണ് എൻ്റെ തെറ്റ് എന്ന ഒരു ചിന്താധാരയാണ് പകരമായി അവിടെ വെക്കപ്പെടുന്നത്. സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താണ്? എനിക്ക് ലഹരി ഉപയോഗിക്കുന്നത് തെറ്റായി തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താത്തത് എന്തും നന്മയാണ് എന്നാണ് മറ്റൊരു ചിന്താധാര. ഇത്തരം സ്വതന്ത്ര ചിന്തകളുടെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിന്താധാരയിൽ ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താത്തത് എന്തും ശരിയാണ് എന്നൊരു ചിന്താധാര യഥാർത്ഥത്തിൽ ഇവിടെ മതങ്ങൾ വെക്കുന്ന നന്മ തിന്മകൾ വ്യവച്ഛേദിക്കുന്നതിന് പകരമായി ഇവിടെ വെക്കപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുമ്പോൾ ആർക്കാണ് പ്രശ്നം? ആ കുട്ടിക്കാണ് പ്രശ്നം. ആ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും സമൂഹത്തിലെ ഓരോ കുട്ടിയും ഞാൻ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തിയാൽ എന്തായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, യോളോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്താണ് യോളോ? യു ഓൺലി ലിവ് വൺസ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന ഒരു ചിന്ത, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കാം എന്ന ഒരു ചിന്താധാര ഇത്തരം സ്വതന്ത്ര ചിന്തകളിൽ നിന്ന് ഉണ്ടായി വരുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എനിക്കൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, ആ ജീവിതം ഞാൻ പരമാവധി ലഹരിയിൽ അടിച്ച് പരമാവധി മറ്റു ആസ്വാദനങ്ങളിൽ, നൈമിഷിക ആസ്വാദനങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് നഷ്ടം? അല്ലെങ്കിൽ അത്തരം ആസ്വാദനങ്ങളില്ലാതെ എൻ്റെ ഈ ഒരൊറ്റ ജീവിതം അവസാനിച്ചാൽ പിന്നെ എനിക്ക് എന്താണ് കിട്ടാനുള്ളത് എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുമ്പോൾ അവൻ സ്വാഭാവികമായും ലഹരിയിലേക്ക് പോകും. എത്ര കാലമാണ് ഞാൻ ജീവിക്കുന്ന കാലം ഞാൻ ഇങ്ങനെ പോയിക്കോട്ടെ എന്ന ഒരു ചിന്ത, ഇങ്ങനെ നന്നായി ആസ്വദിക്കട്ടെ എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായി വരുന്നു എന്നതാണ്. അവിടെയാണ് നമുക്ക് ജീവിതം ഒന്നല്ല, മറിച്ച് ജീവിതം രണ്ടുണ്ട്. മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അനശ്വരമായ അനന്തമായ മറ്റൊരു ജീവിതത്തിലേക്കുള്ള ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് മരണം. അതുകൊണ്ട് ജീവിതം ഒന്നല്ല, മറിച്ച് രണ്ടുണ്ട് എന്ന് അത്തരം കുട്ടികളെ തിരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത്തരം സ്വതന്ത്ര ചിന്തകൾക്ക് പകരമായി മതമാണ് യഥാർത്ഥത്തിൽ ഇത്തരം നന്മകൾ, ധാർമ്മികത പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും ഒരു മതപരമായ ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നേരത്തെ ബഷീർ സാർ പറഞ്ഞതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ ഈ യോളോ എന്ന് എഴുതിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അണിയാറുണ്ട്, ടീഷർട്ടുകളൊക്കെ. യു ഓൺലി ലിവ് വൺസ് എന്നത് ഒരു ക്യാമ്പയിൻ ആയിക്കോട്ടെ, ഒരു ഹാഷ്ടാഗൊക്കെ ആയിട്ട് അത് കൊണ്ട് നടക്കുന്ന കുട്ടികൾ. അവരോടിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു അധ്യാപകൻ പറഞ്ഞൊരു അനുഭവം കേട്ടു. അതായത് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു കുട്ടിയോട്, ആ കുട്ടി ഒരു ഏറ്റവും പുതിയ മാരകമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവനോട് പോയിട്ട് ആ അധ്യാപകൻ പറഞ്ഞു, മോനെ ഇത് ഉപയോഗിക്കുന്നത് പ്രശ്നമാടാ, നിൻ്റെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെ അത് ബാധിക്കും, അത് നിൻ്റെ കരളിനെ എങ്ങനെ ബാധിക്കും, നിൻ്റെ ലങ്സിനെ എങ്ങനെ ബാധിക്കും, ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഈ ഇന്ന രൂപത്തിൽ ബാധിക്കുമെന്ന് മൊത്തം അവന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ പൂർണ്ണമായും കേട്ടതിന് ശേഷം ആ കുട്ടി ആ അധ്യാപകനോട് തിരിച്ച് ചോദിച്ച ചോദ്യം, അല്ല സാറേ ഇത് ഞാനല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ എന്താ? സാർക്കിപ്പോൾ എന്താ? എൻ്റെ കരളല്ലേ വാടിപ്പോണത്, എൻ്റെ ലങ്സിലെ ഇല്ലാതായി പോണത്, സാർക്കിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഈ ബഷീർ സാർ പറഞ്ഞതുപോലുള്ള പല തത്വങ്ങളിലൂടെയും കടന്നു പോകാൻ കാണാൻ കഴിയുന്നത്. കുട്ടികൾ പറയാണ്, മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്,
ഞാനത് ഉപയോഗിക്കുമ്പോൾ എനിക്കല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന ആ ചിന്താധാര, ഇത് കുറച്ചുകൂടി പോയി ഹാം പ്രിൻസിപ്പിളൊക്കെ പറയാറുണ്ട് കുട്ടികൾ. അതായത് എനിക്ക് എൻ്റെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തിടത്തോളം കാലം എനിക്കിതെൻ്റെ ശരിയാണ്. എൻ്റെ സ്വാതന്ത്ര്യം നിൻ്റെ മൂക്കും തുമ്പ് വരെ എന്ന് പറയാറുണ്ട്. നിനക്കൊരു ഉപദ്രവവും ഇല്ലാത്തിടത്തോളം കാലം ഇതെൻ്റെ ശരിയാണ്, ആ ശരികൾ ആസ്വദിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് വരെ പറയുന്ന ചില അവകാശവാദങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു നിരർത്ഥകത നമുക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടും. അത് ആ കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ ഒരു കോൺസിക്വൻസിനെ പറ്റിയോ അതിൻ്റെ പ്രത്യാഘാതങ്ങളും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാതെ നൈമിഷികമായിട്ടുള്ള ആസ്വാദനം എന്താണോ അത് മാത്രമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലുള്ള അവരുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ആശയധാരങ്ങളും, അത് അരാഷ്ട്രീയതയുണ്ട്, അധാർമികമായ കാര്യങ്ങളുണ്ട്, അവരെ സ്വാധീനിക്കപ്പെടുന്ന സർ പറഞ്ഞ പോലെ തന്നെയുള്ള പിന്നെ സെലിബ്രിറ്റികളുടെ സ്വാധീനങ്ങളുണ്ട്. പിന്നെ അതിൽപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. നേരത്തെ ബഷീർ സാർ പറഞ്ഞതിന് മൊത്തം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും ലഹരി പോലുള്ള വിഷയങ്ങളുടെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സിംഗിൾ പോയിന്റിലേക്കല്ല പോകുന്നത്. പല കാര്യങ്ങൾക്കും സിംഗിൾ കോസാലിറ്റി ഉണ്ടാവും, അതൊരു സർക്കുലാർ കോസാലിറ്റിയും ഉണ്ടാവും. ലഹരിയെ പറ്റിയുള്ള പഠനങ്ങൾ പറയുന്നത് ഇതിന് സർക്കുലാർ കോസാലിറ്റിയാണുള്ളത്. കോസാലിറ്റി എന്ന് വെച്ചാൽ കാരണങ്ങൾ. അതായത് ഒരു വിഷയത്തിന് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള പല ഭാഗത്തു നിന്നും അമ്പെയ്യുന്ന പോലെയുള്ള കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാവും. എന്നാൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾക്കേ സിംഗിൾ കോസാലിറ്റി അല്ലെങ്കിൽ ഒരൊറ്റ കാരണം ഉണ്ടാവുകയുള്ളൂ. ലഹരി പോലത്തെ വിഷയങ്ങൾ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ മാധ്യമങ്ങൾ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയുടെയും വാർത്തകളുടെയും കാണുന്നതും ഒക്കെ മറിച്ചാണ്. അതിനൊറ്റ കോസേ ഉള്ളൂ എന്ന് പറഞ്ഞ രൂപത്തിൽ ചിലപ്പോൾ സിനിമ ഇറങ്ങിയ ഒരു സമയത്താണ് ഇപ്പോൾ ഇടയ്ക്കൊരു അക്രമം പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോൾ അതാണ് എല്ലാത്തിനും പ്രശ്നം എന്ന രൂപത്തിൽ സിനിമ മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സിനിമ വലിയ പ്രശ്നം തന്നെയാണ്, പക്ഷെ സിനിമ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. സിനിമയെ പോലെ, കുട്ടികളെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസർമാരെ പോലെ, വ്ളോഗർമാരെ പോലെ, അത്തരം ചിന്താധാരകളെ പോലെ എല്ലാം ഒരുപാട് വിഷയങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇത്തരം ഒരു ധാർമ്മിക പരിസരത്തിൽ നിന്നും കുട്ടികൾ പോകുന്ന ഒരു വിഷയത്തെ പറ്റി ബഹുമാനായ നവാസ്കർക്ക് സൂചിപ്പിക്കാനുള്ളത്? ഒരു പക്ഷേ ഇപ്പോൾ ബഷീർ സാർ പറഞ്ഞ പോലത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സിംഗിൾ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിംഗിൾ പരിഹാരം ഉണ്ട്. അതാണല്ലോ നമ്മുടെ ധാർമ്മികമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ. അതൊരു സിംഗിൾ സൊല്യൂഷനാണ്. അങ്ങനെ ഒരു ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വിശ്വാസപരമായി ഞാൻ സംസാരിക്കുന്നത്, അങ്ങനെ ഒരു മൂല്യം ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തത്തിന് ആ കുട്ടിക്ക് മുമ്പിൽ വിശ്വാസപരമായി ആ കുട്ടിക്ക് പിന്നെ കുട്ടിയുടെ കയ്യിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് നേരത്തെ ബഷീർ സാർ പറഞ്ഞു അടുത്ത കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കണ്ടന്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ വിവാദം വരുന്നതിന് തൊട്ട് മുൻപ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തെ ഒരു പിതാവ് എന്ന് വിളിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ മകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുണ്ട്. ആ പിതാവ് നിരന്തരമായി ഈ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ മൈ ബോഡി മൈ ചോയ്സ് കൺസെപ്റ്റാണ്. അദ്ദേഹം ആ വാചകം പറയുന്നത്, അദ്ദേഹം പറയാണ് എൻ്റെ മകളുണ്ട്, ആ മകൾ സിനിമാ നടിയാണ്, ഇപ്പം നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ്, അവൾ വലിയ സംഭവമായിട്ട് അഭിനയിക്കുന്നുണ്ട്, അവൾക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് അവളുടെ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ അതിൽ എൻ്റെ ഒരു കാര്യം പിതാവ് എന്ന് പറയുന്ന ഒരു കടമ അവളോട് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പിതാവ് എന്നുള്ള ബന്ധം അവളായിട്ടില്ല. അതിൽ ചോദ്യകർത്താവ് ചോദിക്കുന്ന നമ്മൾ അത്ഭുതപ്പെടുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷന് അങ്ങനെ പറഞ്ഞാൽ ഈ മകളോട് ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനതാവും എന്ന് മറുപടി പോലും പറയുന്ന അത്രയും അപകടകരമായ രൂപത്തിലേക്ക് മറുപടി പറയുന്ന, നേരത്തെ പറഞ്ഞ ധാർമ്മികമായൊരു പ്രതലത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെ പ്രതലത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത അതിനെ തച്ചു തകർക്കുന്ന രൂപത്തിലേക്കുള്ളൊരു ക്യാമ്പയിൻ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ആ ബോധ്യം തീർച്ചയായും നമുക്കുണ്ടാകണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ധാർമ്മികമായ മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ അത് രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം. സാമൂഹികമായ ധാർമ്മിക മൂല്യങ്ങൾ പറയാം, വിശ്വാസപരമായ ധാർമ്മിക മൂല്യങ്ങൾ പറയാം. അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അവിടെ പരിഹാരമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമതൊന്ന്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇൻസെക്ട്സ് പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ സോളോ പോളിമറി പോലുള്ള ഇത്തരം പുതിയ കൾച്ചറുകൾ ഇത് എവിടുന്ന് കടന്നു വരുന്നു എന്നൊരു പ്രധാന ചോദ്യമാണ്. ഇതെങ്ങനെയാണ് നമ്മളെ ക്യാമ്പസിലേക്ക് ഇത് എത്തുന്നത്? ഇതെങ്ങനെയാണ് നമ്മളെ കുട്ടികൾക്കിടയിലേക്ക് ഇത് എത്തുന്നത്? ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിനെക്കുറിച്ചൊരു വലിയ പഠനം നടക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലോ ഇന്ത്യയിലോ രൂപപ്പെട്ടു വരുന്ന സിദ്ധാന്തങ്ങളല്ല ഇത്, തികച്ചും യൂറോപ്യൻ സിദ്ധാന്തങ്ങളാണ്. ഈ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കേരളത്തിൻ്റെ ക്യാമ്പസുകളിലേക്ക് എത്തുന്നത്? ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? അത് അപകടകരമായ ചില പ്രൊമോഷനുകൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള ഇത്തരം അപകടങ്ങളെക്കുറിച്ച് ബോധ്യമായിട്ടാണോ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നൈമിഷികമായ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്? എന്ത് വന്നാലും ആത്യന്തികമായി ഒരു സമൂഹത്തിൻ്റെ എന്നേക്കുമായുള്ള അധപതനത്തിന് ഇത് കാരണമാകുന്നുണ്ട് എന്നേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു കാര്യം, നേരത്തെ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ സാദിഖ് ഭായിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായി നമ്മൾ കേരളത്തിൽ വാർത്തകൾ കേൾക്കുന്നു. വലിയ രൂപത്തിൽ പോലീസിൻ്റെ ഒരു മൂവ്മെൻറ്റ്
നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കൃത്യമായ അതിൻ്റെ മൂവ്മെൻറ്റുകൾ നടക്കുന്നു. സിനിമ മേഖലയിൽ ഉണ്ടാകുന്നു, നേരത്തെ പറഞ്ഞ പോലെ റാപ്പ് മേഖലയിൽ ഉണ്ടാകുന്നു. പക്ഷേ ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം ഈ സിനിമ മേഖലയ്ക്ക് ഇത് കടന്നു ചെന്ന ഈ തസ്ലീമ സുൽത്താന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്, ഇതിൻ്റെ ഉറവിടം എവിടെ? തസ്ലീമ സുൽത്താൻ്റെ മുകളിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും മലയാളിക്കില്ല. കഴിഞ്ഞ ഒരു 6 മാസമായി ക്യാമ്പയിൻ വളരെ കൃത്യമായി പോലീസ് നടത്തി വരുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസമായി പോലീസ് അതിശക്തമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂവ്മെൻറ്റുകൾ പോലീസ് നടത്തിയതും ഈ സമയത്താണ്. അപ്പോഴൊക്കെ ഒരു ചോദ്യം അവശേഷിക്കുന്നത്, ഇതിൻ്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം ഇവിടെ ഒരു സിംഗിൾ ഉറവിടം പോലും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒരു സിംഗിൾ ഉറവിടം പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ തസ്ലീമ സുൽത്താന കൊടുത്ത സിനിമാ നടന്മാരൊക്കെ നമ്മൾ പിടിച്ചു. പക്ഷേ തസ്ലീമ സുൽത്താനക്ക് ഇത് വന്നത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണ്. ഭർത്താവിന് ഇത് എവിടെ നിന്ന് കിട്ടി? ആ ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. ഈ പറയുന്ന ഇതിൻ്റെ ഈ ഉറവിടത്തെ തടയാതെ നമ്മുടെ കുട്ടികളിലേക്ക് ഇതിൻ്റെ ലഭ്യത തടയാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ എറണാകുളത്തെ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് സമാനമായ വിവാദം ഉണ്ടായി. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ആ വിവാദങ്ങളുടെ സമയത്ത് കേരളം ഒരാഴ്ചയോളം ചർച്ച ചെയ്തു. അവിടുത്തെ പോളി കേന്ദ്രീകരിച്ച് വലിയ രൂപത്തിലേക്ക് 1.5-2 കിലോ കഞ്ചാവ് കൊണ്ടുവന്നു. വലിയ ചർച്ചയ്ക്കായി. പക്ഷേ ഇപ്പോഴും 2-3 മാസം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ ദിവസം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? എവിടുന്നാണ് ഈ സാധനം വന്നത്? ഇപ്പോഴും നമുക്ക് മുമ്പിൽ ഒരു ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ വെളിച്ചം കത്താതെ ഇതിന് ക്യാമ്പസുകളിൽ പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന് അവിടെ ഒരു വെളിച്ചം ഉണ്ടാകണം. കഴിഞ്ഞ 6 മാസമായി ഇത് എവിടുന്ന് വരുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ആർക്കും ഉത്തരമില്ല. ആ ഉത്തരം ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു, വളരെ അപകടമായി. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ ഒരു അഭിപ്രായമാണ്, വിയോജിപ്പുണ്ടാക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സോക്കാൾഡ് ലഹരികൾ പിടിക്കപ്പെട്ടത് ഗുജറാത്ത് പോർട്ടിലാണ്. ഗുജറാത്ത് പോർട്ടിൻ്റെ അതേ മുതലാളിയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ മുതലാളി. അന്ന് പിടിക്കപ്പെട്ട കിൻഡൽ കണക്കിന് ഇതുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഇഞ്ച് പോലും പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. ഇന്ത്യ മൊത്തം വിലക്കെടുക്കാവുന്ന ലഹരിയുടെ കണക്കാണ് നമ്മൾ അന്ന് കേട്ടത്. അത് ചില്ലറയെന്നല്ല, ഒരു ഷിപ്പ് ഒന്നാകെ ലഹരി വന്നതാണ്. പക്ഷേ അത് എവിടുന്ന് വന്നു? ചോദ്യമില്ല. അതെങ്ങനെ ആ പോർട്ടിൽ അത് എത്തി? അതിന് ഉത്തരവില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായി? ഉത്തരവില്ല. അതേ മുതലാളി കേരളത്തിൽ ഒരു പോർട്ടിൻ്റെ ഓണറായി വന്നിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായി ഉന്നയിക്കുന്നൊരു സംശയം, സാമ്പത്തിക താല്പര്യമാണല്ലോ. ഗുജറാത്ത് പോർട്ടിനേക്കാൾ എന്തുകൊണ്ടും മറ്റു രാജ്യങ്ങളുമായി വിപണന സാധ്യത ഏറ്റവും കൂടുതലുള്ള പോർട്ട് നമ്മളെ കൊച്ചി പോർട്ടാണ്. അപ്പോൾ ഇനി കേരളം ഇതിൻ്റെ ഹബ്ബായി മാറുമോ ഈ പോർട്ട് മുഖാന്തരം എന്നൊരു ആശങ്ക ഒരു വിദ്യാർത്ഥി സുഹൃത്ത് എന്ന രീതിയിൽ ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം ഗുജറാത്ത് പോർട്ടിൽ വിപണന താല്പര്യത്തിന് കൊണ്ടുവന്നതാണ് ഇത് എന്നുള്ള വാർത്ത വരെ നമ്മൾ എത്തി. പക്ഷേ അതിൻ്റെ അന്വേഷണം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കാരണം ആ പോർട്ടിൻ്റെ ഉടമ ആരാണ് നമുക്കറിയാം. അത് അദാനി പോർട്ടാണ് അത് ചെയ്യുന്നത്. ഇന്ന് അതേ അദാനി പോർട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പങ്കുണ്ട്. കൊടുത്തവരും നടത്തിയതൊക്കെ UDF LDF ഒക്കെ കക്ഷികളാണ്. ആ ഭാഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതേ അദാനി പോർട്ട് തന്നെയാണ് കൊച്ചി പോർട്ട് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, അറബിക്കടലിൻ്റെ തീരത്താണ്. ഗുജറാത്തിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള തീരമാണ്. വിപണന സാധ്യത കൂടുതലുള്ള തീരമാണ്. ഈ പറയുന്ന ഈ സിന്തറ്റിക് ലഹരികൾ വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കടൽ ബന്ധമുള്ള ഒരു പോർട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആശങ്കപ്പെടും. ഞാൻ യഥാർത്ഥത്തിൽ ആ ഉദ്ഘാടനം കണ്ടപ്പോൾ കൂടുതൽ ആശങ്കപ്പെടും, ഇങ്ങനെ ഒരാളുടെ കയ്യിൽ ഇത് കിട്ടി, ഇനി എന്തായിരിക്കും കേരളത്തിൻ്റെ ഭാവി എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇരുട്ടിൽ വെളിച്ചം തെളിഞ്ഞ് പോലീസോ ഗവൺമെൻറ്റോ ഇതിന് ഉറവിടം കണ്ടെത്തി ഇത് പരിഹരിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും പരിഹാരം കാണുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലൊരു പരിഹാരമുണ്ട്. അത് ധാർമ്മികമായ ഒരു ബോധനം നമ്മൾ ആളുകൾ നടത്തുകയും അത് വിശ്വാസപരമായ അടിത്തറ കൊണ്ട് തന്നെ അതിനെ തടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആവും വിധം അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്ന ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ എന്നാണ്. ഇവിടെ നമസ്ക് പറയാൻ ശ്രമിച്ചതും ധാർമ്മികത തന്നെയാണ്. നമ്മൾ വിസ്ഡം സ്റ്റുഡൻസ് ഇവിടെ മറ്റന്നാൾ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇതേ നഗരിയിൽ, സമ്മേളന നഗരിയിൽ, ഈ സ്റ്റേജ് മാറി ഇൻഷാ അല്ലാഹ് വലിയൊരു സ്റ്റേജോട് വരാൻ പോവുകയാണ്. ഇതേ നഗരിയിൽ നടക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ടാഗ് ലൈനായി നമ്മൾ കണ്ടിട്ടുള്ളത് ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്നതാണ്. ധർമ്മസമരം തന്നെയാണ് ഈ വിദ്യാർത്ഥിത്വത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം. ഇന്നത്തെ ഏതേത് പ്രശ്നങ്ങൾ എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ധാർമ്മികത ഉയർത്തി പറയുന്ന, ഏത് ധാർമ്മികത? മതം മുന്നോട്ട് വയ്ക്കുന്ന സാർവകാലികമായ ധാർമ്മികത ഉയർത്തി പറയുന്ന ഒരു വിദ്യാർത്ഥി തലമുറ ഉണ്ടായി വരികയാണെങ്കിൽ അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഏറ്റവും ആത്യന്തികമായ പരിഹാരം എന്ന ഒരു സൊല്യൂഷനിലേക്കാണ് നമ്മളിവിടെ ഈ പോയിന്റ് എല്ലാം കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ നേരത്തെ നവാസ്ക പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ ഒന്ന് വളരെ ഓപ്പണായി തന്നെ വരികയാണ്. ചില ആളുകൾ വളരെ പബ്ലിക്കായിക്കൊണ്ട് ഇന്നും യഥാർത്ഥത്തിൽ ഈ ലഹരിക്കെതിരെ അല്ല, ലഹരിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ലഹരി എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഇതിൽ ആർക്കും ഉണ്ടാവില്ല. ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കും ഉണ്ടാവില്ല, ഓൺലൈനിൽ കേൾക്കുന്ന ആളുകൾക്കും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കമൻറ്റ് പോലും ഈ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും ഒരു പരിധി കൂടി കടന്ന് ഇവിടെ പുതിയ കാല സിന്തറ്റിക് ഡ്രഗുകൾ അടക്കം
ലീഗലൈസ് ചെയ്യണമെന്നും പറയുന്ന, സിന്തറ്റിക് ഡ്രഗുകളല്ല, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയോ? ആ വീഡിയോ നമുക്ക് കാണാം. ഈ MDMA എന്ന് പറഞ്ഞ ഇയാൾ എന്താ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ കാറ് വെച്ച് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? ഇത് ഞാൻ വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ്. ഈ കെമിക്കൽ ഡ്രഗ്സ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പെത്തടിനെ മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അപ്പൊ മൈത്രേയൻ പറയുന്നത് എന്താ, ഇതൊന്നും നിരോധിച്ചുകൂടാ. നിരോധിച്ചുകൂടാ. ഇദ്ദേഹം ഇപ്പോഴും ഇതേപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഇന്നും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് ചില പ്രത്യേക ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണാം. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള ആളുകൾ വളരെ പബ്ലിക്കായി ഓപ്പണായി ലഹരി അത് ലീഗലൈസ് ചെയ്യണമെന്നും അത് ഏറ്റവും പുതിയ തലമുറയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾക്കും പിന്നെ വീഡിയോസൊക്കെ കാണുന്നത് മറ്റൊരു വിഷയം. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വളരെ കൂളായി ഓപ്പണായി വിലസി നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് പോലും വളരെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. ഇവർ പങ്കെടുക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് പോലുമുള്ള റീച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോക്കുള്ള റീച്ചും ഈ റീച്ചും ഇതാരൊക്കെയാണ് കൂടുതൽ കാണുക എന്നതുകൂടി ഒരു അൽഗോരിതം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. ചെറിയ കുട്ടികൾ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്നത് ഇത്തരം ആളുകളുടെ ചില വീഡിയോ ക്ലിപ്പുകളിലാണ്. ആ വീഡിയോ ക്ലിപ്പ് കണ്ട് അത് ഒരു വലിയ സംഭവമാണല്ലേ, ശരിയാണ്, ഇന്നത്തെ കാലത്ത് ലഹരി ഒന്നുമില്ലാതെ നടക്കൂല, അതൊക്കെ ലീഗലൈസ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കുട്ടികൾ എത്താൻ ഇത് വലിയ കാരണമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മൈ ബോഡി മൈ ചോയ്സും അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ, അത് ഞാൻ തീരുമാനിക്കുന്നതല്ലേ എന്നൊക്കെ പറയാനുള്ള അവർക്ക് പ്രേരകമാകുന്ന കാരണങ്ങളും ഇത്തരം ആളുകൾ തന്നെയാണ്. വിസ്ഡം സ്റ്റുഡൻസിനോട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞു വരുന്നതാണ്. ഇത്തരം ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ ചങ്ങലയ്ക്കിടണം. അവരെങ്ങനെയാണോ അഴിക്കകത്താക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇത്തരം വളരെ മ്ലേച്ഛകരമായ ഇത്തരം ആശയങ്ങൾ പുറന്തള്ളാതിരിക്കാൻ എങ്ങനെയാണോ കഴിയുക, ആ രൂപത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ അഭിജിത്ത് ഏട്ടനിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ലഹരി എന്നതിൻ്റെ പരിഹാരങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുവരുന്നത്. താങ്കൾക്ക് തോന്നുന്ന ഏറ്റവും പ്രായോഗികമായ പരിഹാരം ഞങ്ങളുടെ ധാർമ്മികതയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് പിന്നെ ഏകോപിച്ചൊരു വിഷയമായിരുന്നു ധാർമ്മികത എന്നത്. താങ്കൾക്ക് പറയാം. ആദ്യം ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ്. 7 മണിക്കാണ് പരിപാടിക്ക് എത്തേണ്ടിയിരുന്നത്. പരിപാടി നമ്മളിവിടെ 8 മണിക്ക് ആരംഭിച്ചു. പക്ഷേ എനിക്ക് വളരെ വൈകിയാണ് പരിപാടിയിലേക്ക് എത്തിയത്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമാപണം നടത്തുന്നു. ഒരു 5:40 കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്താനുള്ള ഒരു ബ്ലോക്കും അങ്ങാടിപ്പുറത്ത് ബ്ലോക്കും ഒക്കെ ആയിട്ട് വൈകിപ്പോയതാണ്. എന്തായാലും കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ നിരന്തരം ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന വിസ്ഡം വിദ്യാർത്ഥി മൂവ്മെൻറ്റിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഷാബാസ് നമ്മളൊക്കെ പങ്കെടുത്തത് ഇഫ്താർ മീറ്റിൽ ഇതേ ക്യാപ്ഷനോടുകൂടി, നവാസും സാദിഖൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതേ ക്യാപ്ഷനോടുകൂടിയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന എത്ര ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് കാര്യകാരണങ്ങളിലേക്ക് പോകുക എന്നതിനപ്പുറത്തേക്ക് പരിഹാരം വേണം എന്ന് ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങൾ ഉജ്ജ്വലമായി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഞാൻ വരുന്ന വഴിയിൽ ഡോക്ടർ ഷാബാസ് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം, ഒരു ഉമ്മയും ഒരു മകനും ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതും ആ മകൻ ക്യാൻസർ എന്ന് പറയുന്ന മാരക വിപത്തിലേക്ക് അവൻ്റെ ലഹരി ഉപയോഗം കൊണ്ട് വഴുതി വീണതും ആ മകൻ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ അങ്ങ് പറയുന്ന കഥകൾ കേട്ടു. പ്രിയപ്പെട്ട നവാസ് കൊല്ലത്തുള്ള ഒരു അമ്മയും മകളെയും പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സാദിഖും അതേപോലെ തന്നെ സമകാലിക വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഞാൻ പറയുന്നത്, ലഹരി കൊണ്ടുണ്ടാകുന്ന വിപത്തിന് നമ്മൾ മറ്റിടങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മൾ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും പുറത്തു വരാത്ത ലഹരി കൊണ്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥകൾ അത്രമേൽ നമ്മളുടെയൊക്കെ ഇടയിലുണ്ട് എന്നതാണ്. ലഹരി നമ്മളുടെ ചെറുപ്പക്കാരെയൊക്കെ എത്രത്തോളം ഭീതിതമായിട്ടാണ് അവരെ ദ്രോഹിക്കുന്നത് എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് ഭീകരവാദം നമ്മളുടെ പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള ഇടങ്ങളിലേക്ക്, പലസ്തീനിലേക്കൊക്കെയുള്ള ഒരുപാട് അക്രമങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ ഭീകരവാദികൾ മനുഷ്യരെയും സമൂഹത്തെയും വെല്ലുവിളിക്കുന്നത് അവൻ്റെ തോക്ക് കൊണ്ടാണ്, അവൻ്റെ പീരങ്കികൾ കൊണ്ടാണ്, ബോംബ് കൊണ്ടാണ്. മനുഷ്യരെ കൊന്നുകളയുന്നു, സമൂഹത്തെ ഇല്ലാതാക്കുന്നു, സമൂഹത്തെ ഒന്നാകെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ. അതേ ഒരു വിപത്ത് തന്നെയാണ് ലഹരി എന്ന് പറയുന്നതും. അവൻ ഓരോ മനുഷ്യൻ്റെയും മസ്തിഷ്കത്തെ ഇല്ലാതാക്കി ആ വ്യക്തിയിലൂടെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന നടപടിയാണ്. ഒരു ഭീകരവാദി എന്താണോ ചെയ്യുന്നത്,
സമാനമായ പ്രവൃത്തിയാണ് ലഹരിയുടെ വിപണനക്കാരും വിൽപ്പനക്കാരും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം വിപത്തുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിപണനക്കാരെ വിൽപ്പനക്കാരെ തിരിച്ചറിയാനും അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കി മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നേരത്തെ സൂചിപ്പിച്ചല്ലോ കുടുംബത്തെക്കുറിച്ച്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് എന്നത് തന്നെയാണ് ഒന്നാമത്തെ മറുപടി. നോക്കൂ, നിങ്ങൾ പലപ്പോഴും ഇപ്പം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും പറയാറുണ്ട്. വീട്ടിലിരിക്കുന്ന കുഞ്ഞിനോട് സ്കൂളിൽ പഠിക്കുന്നത് UP ക്ലാസ് തൊട്ട് സ്കൂളുകളിൽ പോകുന്ന UPയിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നല്ലപോലെ സംസാരിക്കാൻ പോലും പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ സമയം കിട്ടുന്നില്ല എന്നതാണ്. മക്കളോട് സംസാരിക്കാൻ, സ്വന്തം മകളോട് സംസാരിക്കാൻ ഉമ്മയ്ക്കോ അമ്മയ്ക്കോ അച്ഛനോ ഉപ്പയ്ക്കോ സമയമില്ല എന്നതാണ്. സ്വന്തം കുഞ്ഞ് രാവിലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ അവനോട് പോയി കുളിച്ചോ പഠിച്ചോ എന്ന് പറയുന്നു, കുളിക്കുന്നു, പഠിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്കു ദൈനംദിനം ഒരു കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങൾ, അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, അത് പങ്കുവെക്കാൻ പോലും സമയമില്ലാത്ത കാലത്തിലേക്ക് നമ്മളുടെ കുടുംബങ്ങൾ മാറുന്നു എന്നതൊരു പ്രധാന പ്രശ്നമാണ്. അവിടെയാണ് നോക്കൂ നിങ്ങൾ, വിദ്യാർത്ഥികൾ വീട്ടിലിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉമ്മയും അമ്മയും അച്ഛനും ഉപ്പയും ഒക്കെ പലപ്പോഴും ഇപ്പോൾ ഫോണിലാണ്, നമ്മൾ റീലിലാണ്, നമ്മൾ ഫേസ്ബുക്കിലാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ്. അതിനിടയിൽ മക്കളോട് തുറന്ന് സംസാരിക്കാൻ നമ്മൾക്ക് പലപ്പോഴും നേരമില്ല. അപ്പോൾ അല്ലെങ്കിൽ വെറുതെ ഒരു വഴിപാടെന്ന പോലെ മക്കളോട് സംസാരിച്ചു പോകുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷെ അവിടെയാണ് ഹൃദയം കൊണ്ട് സംസാരിക്കുക. നേരത്തെ നവാസ് സൂചിപ്പിച്ചല്ലോ, ഹൃദയം കൊണ്ട് സംസാരിക്കാൻ എത്ര ഉമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും ഉപ്പയ്ക്കും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. നമ്മളുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ മകൾ, ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇടക്കാലത്ത് എനിക്ക് ചേട്ടനാണുള്ളത്, അവൻ ഇവിടെ ഇല്ല, പക്ഷെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരോട് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങി. ഞാൻ എൻ്റെ തെറ്റ് ഞാൻ തിരുത്തുകയാണ്. ഞാൻ അവരോട് സംസാരിച്ച് തുടങ്ങി, എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം, എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിക്കുന്നത്. നോക്കൂ, നമ്മളുടെ വീട്ടിലെ എത്ര അനിയന്മാരോട് അനിയത്തിമാരോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ദൈനംദിന സ്കൂൾ ജീവിതത്തിൽ നടക്കുന്നത്, അവരുടെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ നേരിടുന്നു, അവരുടെ ജീവിതത്തിൽ അവർ ആരെയെല്ലാം കണ്ടുമുട്ടുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് നിങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അവിടെയാണ് അങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ അനിയത്തിയെ, നമ്മളുടെ അനിയനെ, നമ്മളുടെ മക്കളെ കാണാൻ വീട്ടിലെ രക്ഷിതാക്കളും സഹോദരങ്ങളും തയ്യാറാവുക എന്നതാണ്. അവരോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ്. ആ സംസാരത്തിലൂടെ എനിക്കൊരു പ്രയാസം വന്നാൽ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, എനിക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരനുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്, എൻ്റെ അമ്മയും ഉമ്മയും അച്ഛനും ഉണ്ട് എന്നുള്ള ബോധ്യവും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. ഇതില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ശ്രീ ഷാഫി പറമ്പിൽ MP അദ്ദേഹത്തിൻ്റെ മുൻപുള്ള വന്നൊരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ലഹരിയുടെ വിപണനക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ 9 സെറ്റ് യൂണിഫോം ആ കുട്ടിയുടെ ബാഗിലുണ്ടായിരുന്നു. 9 സെറ്റ് എന്ന് പറഞ്ഞാൽ 9 വ്യത്യസ്ത സ്കൂളുകളിലുള്ള യൂണിഫോം ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, അതൊരു കുട്ടിയല്ല, നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇതുപോലെ പല കുട്ടികളുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മളുടെ അനിയനും അനിയത്തിക്കും സംസാരിക്കാനുള്ള അവസരം നമ്മളിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ഈ പല ചേച്ചിമാരും ചേട്ടന്മാരും സ്കൂളിന് പുറത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളോട് സംസാരിക്കേണ്ടതിന് പകരം നമ്മൾ അതിന് അവസരം കൊടുക്കാതെ നമ്മളുടെ ഫോണുകളിലേക്ക്, നമ്മളുടെ താല്പര്യങ്ങളിലേക്ക്, നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോയാൽ അതിന് പകരം നമുക്ക് പകരം അവിടെ അമ്മയായും അച്ഛനായും ഉമ്മയായും ഉപ്പയായും ചേച്ചിയായും ചേട്ടനായും ഇക്കയായും ഒക്കെ അവതരിപ്പിക്കപ്പെടാൻ മറ്റാളുകൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം പാർത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. അവിടെയാണ് അത്തരം കണ്ണികളിലേക്ക് നമ്മളുടെ മക്കൾ പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾക്കുണ്ടാവുക ഒന്നാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ വീട് എന്തും തുറന്നു പറയാൻ, എന്ത് പ്രയാസമുണ്ടെങ്കിലും, ഇനി പരീക്ഷയിൽ തോറ്റാലും മാർക്ക് കുറഞ്ഞാലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും സന്തോഷം വന്നാലും പങ്കുവെക്കാൻ എനിക്കെൻ്റെ വീട്ടിൽ ആളുകളുണ്ട് എന്നുള്ള ബോധ്യവും ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്താൽ ഒരു പരിധിവരെ പുറത്തുള്ള ആളുകളിൽ നിന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കി വെക്കാൻ സാധിക്കും. 2, ഇതുപോലെ ഇപ്പോൾ MSF നടത്തുന്ന പോലെ നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടന, അത് KSU ആവട്ടെ, MSF ആവട്ടെ, SFI ആകട്ടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഇതുപോലെ ക്യാമ്പയിനുകളും ബോധവൽക്കരണവും ഒക്കെ നടക്കുന്നുണ്ട്.
ആ ബോധവൽക്കരണങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോകുമ്പോഴും ഇടക്കാലത്ത് ചില പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇത്തരം ചില കാര്യങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ആളുകൾക്കുണ്ട്. ഒരു രക്ഷാകർതൃത്വം കിട്ടുമല്ലോ. കഴിഞ്ഞ ഇടക്കാലത്ത് നമ്മൾ കേട്ടു, നേരത്തെ പറഞ്ഞു, കഞ്ചാവ് പിടിക്കപ്പെട്ട ഘട്ടത്തിൽ കഞ്ചാവല്ലേ ഞാനും അത് അല്ലെങ്കിൽ ബീഡിയല്ലേ ഞാനത് വലിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യാണ്. അത് കൊടുക്കുന്ന സന്ദേശം എന്താ? അതൊരിക്കലും കൊടുക്കപ്പെടാൻ പാടില്ലാത്ത സന്ദേശമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണെങ്കിലും, ഇനി MLA-മാരിൽ നിന്നാണെങ്കിലും, MP-മാരിൽ നിന്നാണെങ്കിലും, മന്ത്രിമാരിൽ നിന്നാണെങ്കിലും, മറ്റ് സമൂഹത്തിൻ്റെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരം ലഹരിയുടെ വിപണനം നടത്തുന്ന, ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന, ലഹരി നൽകി നമ്മളുടെ തലമുറകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അവരുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സമൂഹം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഏത് മേഖലയിൽ ആരും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാലും അതിൽ ഒരു ജാമ്യമെടുക്കാൻ, അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകാൻ നമ്മൾ ഉണ്ടാകില്ല എന്ന് കൃത്യമായ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത്തരം നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മൂന്നാമത് പരിഹാരത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം, പോലീസ് ഇപ്പോൾ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പിടിക്കുന്ന ഗ്രാമ് മാത്രമാണ് നമ്മളുടെ ചുറ്റിലുള്ളത്? നിങ്ങളെ വാർത്തയെടുത്ത് പരിശോധിക്കൂ. ഇന്നത്തെ പത്രത്തിലും വാർത്തയുണ്ടാകും, MDMA പിടിച്ചു ഇത്ര ഗ്രാം എന്നാണ്. ആ ഗ്രാമാണ് നമ്മളുടെ ചുറ്റിലുള്ളത്? അല്ല, കിലോഗ്രാം നമ്മളുടെ ചുറ്റിലുണ്ട്. പിടിക്കുന്നത് 0.10 ഗ്രാം ആണെങ്കിൽ അപ്പുറത്ത് 2 കിലോഗ്രാം അപ്പുറത്ത് ഇപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് ചുറ്റിക്കറങ്ങുന്നുണ്ട് MDMA പോലുള്ള രാസലഹരി. എല്ലാം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതിന് സിസ്റ്റം കുറച്ചുകൂടി എഫക്റ്റീവ് ആകണം. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ എല്ലാ ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയും, നമ്മൾക്ക് ഈ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ എക്സൈസിൻ്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? 1968 സ്റ്റാഫ് പാറ്റേൺ ആണ്. ഒരു 10 കൊല്ലം മുൻപ് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ആളുകളെ വഴിതെറ്റിക്കുന്ന ലഹരി മദ്യമാണ്, സിഗരറ്റാണ്, ബീഡിയാണ്, കൂടിപ്പോയാൽ കഞ്ചാവാണ്. 10 വർഷക്കാലത്തിനിപ്പുറത്ത് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് മാറി, ലഹരി രാസലഹരിയിലേക്ക് പോയി. എനിക്കൊന്നും ഇപ്പോഴും അതിൻ്റെ പേരറിയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ മുഴുവൻ പേരും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ലഹരി. ആ ലഹരി എന്ന് പറയുന്ന വിപത്ത്, അതിനെ ഒരു സിസ്റ്റം ഇല്ലാതാക്കണമെങ്കിൽ അതിൻ്റെ നടപടികൾ, മുൻകരുതൽ വേണ്ടേ? ഇപ്പോഴും 1968 സ്റ്റാഫ് പാറ്റേൺ ആണ് നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്നത്. ഇത് പിടിക്കേണ്ട ആളുകളാണ്. 5 പോലീസ് സ്റ്റേഷനിൽ ഒരു റേഞ്ചാണ് എക്സൈസിൻ്റെ, ഒരു റേഞ്ച് 10-15 ഉദ്യോഗസ്ഥർ മാത്രമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാക്കണം. നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരളത്തിലാകമാനം 4500-നും 5000-നും ഇടയിൽ മാത്രമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തോത് കൂട്ടണ്ടേ? 1968 ഉണ്ടായിരുന്ന പോലെ 4500-ൻ്റെ 5000-ൻ്റെ ഇടയിൽ പോരാ. ഇന്ന് സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ ക്യാൻസറായി ഈ ലഹരി മാറുമ്പോൾ ആ ലഹരിയുമായി ബന്ധപ്പെട്ട വിൽപ്പനക്കാരെ പിടിക്കാനും കൈകാര്യം ചെയ്യാനും നമ്മളുടെ സംവിധാനം കുറച്ചുകൂടി ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉൾപ്പെടെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്നിച്ച് ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ ഇത്തരം നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന, നാടിനെ ഇല്ലാതാക്കുന്ന ഇത്തരം ആളുകളെ തിരിച്ചറിയാനും അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഒക്കെയുള്ള എല്ലാ രീതിയിലുമുള്ള ഇടപെടലുണ്ടാകണം. നേരത്തെ കാണിച്ച വ്ളോഗർ, ചിലതിനെ നമ്മൾ എന്താ ചെയ്യുക, ഗൗനിക്കാതെ വിടണം. നമ്മളൊക്കെ കാണുന്നത് കൊണ്ടാണ്, ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഇപ്പാണ് കാണുന്നത്. ഒന്നാമത്തെ ഇത്തരം ആളുകളെ കാണാൻ ശ്രമിക്കാറില്ല പലപ്പോഴും. ചില കാര്യങ്ങൾ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുകയാണ് ലഹരി. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത്തരം ആളുകളെ എന്താ പറയുക, പ്രോത്സാഹനം കൊടുക്കുന്ന നടപടികളാണ്. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ അങ്ങ് അവഗണിച്ച് കളയുക. പക്ഷെ അവരുടെ വാക്കുകൾ സമൂഹത്തിന് വലിയ വിപത്തായി മാറുന്നുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വവും സമൂഹം എന്ന് പറഞ്ഞാൽ സർക്കാരിനുണ്ട്. നിയമപരമായിട്ട് അതും കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും നമുക്കൊന്നിച്ച് ഒത്തൊരുമിച്ച് ലഹരി എന്ന് പറയുന്ന ഈ വിപത്തിനെ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഒരിക്കൽ കൂടി അതിനുവേണ്ടി വെറും വാക്ക് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ആത്മാർത്ഥമായി ഇടപെടുന്ന വിസ്ഡം സ്റ്റുഡൻറ് മൂവ്മെന്റിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിരുത്തരവാദമായ രക്ഷാകർതൃത്വം ഒരു വലിയ വിഷയമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ബോധവൽക്കരണത്തിലെ ചില പാളിച്ചകളും ഇതിൽ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഈ നിസ്സാരവൽക്കരണം, ലഹരി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വ്ളോഗർമാരടക്കമുള്ള കുട്ടികളെ സ്വാധീനിക്കുന്ന പലരും
അതിന് നിസ്സാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പ്രവണത, സ്വാഭാവികവൽക്കരിക്കുന്ന അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അതിലപ്പുറം ബോധപൂർവം സ്വാഭാവികവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ വെച്ചോക്കൂ, ലഹരിക്കെതിരെ ഒരു സിനിമയിൽ വരുന്നൊരു സിനിമാ നടനാണെങ്കിൽ, ഏറ്റവും പ്രമുഖനായ സെലിബ്രിറ്റി ആണെങ്കിൽ പോലും അദ്ദേഹം ആ സിനിമയിൽ ലഹരിക്കെതിരെ ശബ്ദിക്കുമെങ്കിൽ പോലും അതിന് തൊട്ടടുത്ത സിനിമയിൽ അദ്ദേഹം വരിക ലഹരിയുടെ ഏറ്റവും പുതിയ സിന്തറ്റിക് ഡ്രഗിൻ്റെ ആഗോള വ്യാപാരി ആയിക്കൊണ്ടാണ്. ഒരു വൈരുദ്ധ്യം ആലോചിച്ചു. ഇത് കേൾക്കുന്ന ഇത്തരം വീഡിയോകൾ കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ പറഞ്ഞ അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർത്തിയാകാത്തിടത്തോളം അവൻ സ്വാഭാവികമായിട്ട് അതിലേക്ക് ചാഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. രണ്ടാമത് പറഞ്ഞ വിഷയം അതിനെ നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രശ്നമല്ലാതായി മാറുക. ഇനി ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ ഒരു വ്ളോഗർ ഈ ഇടയ്ക്ക്, ഞാൻ വ്ളോഗർ എന്നൊക്കെ പറയാനുള്ള കാരണം ഇത് കേൾക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, കുട്ടികൾക്കറിയാം. ഈ ഇടയ്ക്ക് ഒരു വ്ളോഗർ കൊച്ചിയിൽ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടപ്പോൾ കഞ്ചാവുമായി പിടിക്കപ്പെട്ട വ്യക്തിയാണ്. ആ വ്ളോഗർ അവിടെ പറഞ്ഞത്, സാറേ കഞ്ചാവും ഇപ്പോൾ ഈ ചീരയും ക്യാബേജൊക്കെ പോലെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആലോചിക്കുങ്ങൾ. ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കുന്ന മെസ്സേജ് എന്താണ്? ഇതിലും അപ്പുറം, ഈ ന്യായീകരണത്തിനും അപ്പുറം ഇന്ന് എത്തി നിൽക്കുന്നത് അവകാശവാദങ്ങളിലേക്കാണ്. ഇതുപയോഗിക്കൽ എൻ്റെ അവകാശമാണ് എന്ന് പറയുന്ന സ്വാഭാവികവൽക്കരണം കഴിഞ്ഞ്, ന്യായീകരണം കഴിഞ്ഞ് അവകാശവാദങ്ങളിലേക്ക് ഗോ ഗ്രീൻ ക്യാമ്പയിനുകൾ കാണാം. ഗോ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഗ്രീൻ ആക്കി കുറേ ചെടികൾ നടുക എന്നുള്ളതായിരുന്നു. അത് മാറി ഇന്ന് ഈ പുതിയ കാല കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളെ നിങ്ങൾ ജനറലൈസ് ചെയ്യണം എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്ക് വരെ ആഗോള തലത്തിൽ എത്തിയത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നത് വളരെ കൃത്യമായി ഇവിടെ പറയപ്പെട്ടു. ആ ഉത്തരവാദിത്തത്തെ ബോധവൽക്കരണത്തോടൊപ്പം ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നൽകുന്ന, ഇപ്പോൾ വിസ്ഡം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഒരുപാടധികം സ്കൂളുകളിലേക്ക്, 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക്, ഞാൻ തന്നെ ഒരു 30ഓളം സ്കൂളുകളിൽ ഇത്തരം എതിരെ ക്യാമ്പയിൻ്റെ ഭാഗമായി പോയി വന്നു. ഈ സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്തുമ്പോഴൊക്കെ നമ്മൾ ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ ബോധവൽക്കരണത്തിലും യഥാർത്ഥത്തിൽ കാലികമായ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കുട്ടികളുടെ സ്വഭാവവും പ്രകൃതവും അവർ പറയുന്ന ഭാഷ നമ്മൾക്ക് പോലും മനസ്സിലാവാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ബോധവൽക്കരണങ്ങൾ, പ്രത്യേകിച്ചും എക്സൈസിൻ്റെയും വിമുക്തിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അത്തരം ബോധവൽക്കരണത്തിൽ കൂടി ഏറ്റവും കാലികമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്താണ് പ്രിയ സുഹൃത്ത് സാദിഖിന് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? നമ്മുടെ ചർച്ച വിവിധ തലങ്ങളിലേക്ക് കടന്നുപോയതിന് ശേഷമാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വരുന്നത്. അതിലിവിടെ ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ എനിക്ക് സ്വാഭാവികമായ വിയോജിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ. കാരണം ഇവിടെ സംഘാടകർ കൈകാര്യം ചെയ്യുന്ന സമീപനം ഒരു മതയുക്തിയിൽ നിന്നാകുമ്പോഴുണ്ടാകുന്ന വ്യത്യാസവും ഞാൻ കൈകാര്യം ചെയ്യുന്ന അതിനൊരു രാഷ്ട്രീയ യുക്തിയിലാകുമ്പോഴുണ്ടാകുന്ന ചില വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പിൻ്റെ തലത്തിലേക്ക് വളരെ ആഴത്തിൽ ചർച്ച കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. കാരണം നമ്മുടെ 99% വിയോജിപ്പിനപ്പുറം 1% യോജിപ്പാണ്. ഇതേപോലെയുള്ള സാമൂഹിക വിപത്തുകളിൽ നാം സ്വീകരിക്കേണ്ട ഐക്യത്തിൻ്റെ സന്ദേശം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഉയർന്നു വരുന്ന വ്യത്യസ്ത തരം ആശയധാരകളുമായി ബന്ധപ്പെട്ട സംവാദം മറ്റൊരു വിഷയം തന്നെയായി ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട ഇവിടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള കുറേ ആളുകൾ ഒരു ഉത്തരാധുനിക സമീപനം സ്വീകരിക്കുന്നവരുണ്ട്, പോസ്റ്റ് മോഡേൺ യുക്തി സ്വീകരിക്കുന്നവരുണ്ട്, ലിബറൽ ചിന്തകൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. അവരുടെ ഒരു യുക്തിയും അവരുടെ ഒരു കാഴ്ചപ്പാടും ശരീരവും രാഷ്ട്രീയവും ചിന്തയും മനസ്സും എല്ലാം സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടും ഈ സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ കാഴ്ചപ്പാടും രണ്ടും വലിയ അന്തരമുള്ളതാണ്. ഒന്ന് മതത്തിൻ്റെ കാഴ്ചപ്പാടാണ്, മറ്റൊന്ന് അവരുടെ ഉത്തരാധുനിക ചിന്തയുടെ കാഴ്ചപ്പാടാണ്. രാഷ്ട്രീയമായി ഞാൻ ഇത് രണ്ടിൻ്റെയും ഒരു മധ്യവശത്ത് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ആ ഉത്തരാധുനികമായ ലിബറൽ ചിന്തയോടും അത് മുന്നോട്ട് വയ്ക്കുന്ന അപകടങ്ങളോടും കൃത്യമായ വിമർശനമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമായി ഇത്തരം പ്രവണതകൾക്കെതിരായ ഉത്തരാധുനികമായ ലിബറൽ കാഴ്ചപ്പാടുകളുടെ വളർച്ചയ്ക്കെതിരായ രാഷ്ട്രീയം ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടന ഇത്തരം കാര്യങ്ങളിൽ വെച്ച് പുലർത്തുന്ന ചില നിലപാടുകളിൽ ഈ സംഘാടകരുടെ രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ സംഘാടകരുടെ സമീപനവുമായി വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ് വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ആ ആശയവിയോജിപ്പുകളെ ഈ വേദിയിൽ ഒരു ചർച്ചയ്ക്കെടുക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ഇവിടുത്തെ പ്രശ്നം അതിനപ്പുറം നമ്മളെല്ലാവരും കൂട്ടായി നേരിടേണ്ട ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ചോദിച്ചു വന്ന കാര്യം ഈ ബോധവൽക്കരണത്തെ നമ്മൾ എങ്ങനെ പുതിയ രൂപത്തിൽ മാറ്റാം എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം പുതിയ തലമുറയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട്, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇപ്പം അബിയേട്ടനാണെങ്കിലും നവാസ് സാഹിബ് ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളെല്ലാം
വിദ്യാർത്ഥി സംഘടനയുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ അണിനിരത്തുന്ന വിദ്യാർത്ഥികൾ, ഞങ്ങൾക്ക് കീഴിൽ അംഗങ്ങളായിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ ഭാഷയും ഞങ്ങളുടെ ഭാഷയും തന്നെ വലിയ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ഒരു ക്യാമ്പസ് യൂണിറ്റിന്റെ യോഗത്തിൽ പോയി സംസാരിച്ചാൽ നമ്മുടെ ഭാഷ സ്വീകാര്യമാകുന്ന ഒരു സമീപനമല്ല കുട്ടികൾക്കുള്ളത്. അവരൊരുപാട് ഭാഷയിലും യുക്തിയിലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രക്ഷിതാക്കൾ സംസാരിക്കുന്നതിനെ അവർക്ക് അത്ര പോലും കേൾക്കാൻ പറ്റില്ല ആ സമീപനത്തെ. അല്ലെങ്കിൽ മത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, പണ്ഡിത സമൂഹം, അവരുടെ സംസാരത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും രീതി ആ കുട്ടികൾക്ക് അത്ര പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുതിയ തലമുറയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ബോധവൽക്കരിക്കാനുള്ള സമീപനം അവരെ പൂർണ്ണമായും വിലക്കുകളുടെയും അല്ലെങ്കിൽ അവരുടെ ഒരു ആശയത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വതന്ത്ര ബോധത്തെ സപ്രസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അവരെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ആദ്യം അവരെ കേൾക്കുക. നേരത്തെ അഭിയേട്ടൻ പറഞ്ഞ ആ കാര്യമുണ്ട്. ഒരു കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ അവരിൽ നിന്ന് മെല്ലെ കാര്യങ്ങൾ കേൾക്കുക. ഇന്ന് ആരൊക്കെ കണ്ടു, ഇന്ന് ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സ്കൂൾ എക്സ്പീരിയൻസ്, പുറമേ നിന്ന് എക്സ്റ്റേണലായിട്ട് സ്കൂളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ആളുകളെ കണ്ടോ എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് അവരിൽ നിന്ന് കേൾക്കുക. ആ ലിസണിങ് വളരെ പ്രധാനമാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെ ആരെങ്കിലും ഒന്ന് കേൾക്കണം. പഴയ തലമുറയിലെ പോലെയൊന്നുമല്ല. മുമ്പൊക്കെ ബാപ്പ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥാനമാണ്, അല്ലെങ്കിൽ അതൊരു പദവിയാണ്. കുട്ടികൾ അങ്ങനെയാണ് കാണുന്നത്. അത് നമ്മൾ മിണ്ടിയില്ലെങ്കിലും ആ ഒരു പദവിയാണ് നമ്മൾ കാണുന്നത്. പുതിയ കാലത്തെ തലമുറ ഒരു രക്ഷിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനെയാണ്, അധ്യാപകനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനെയാണ്. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും അവർ വളരെ ഫ്രണ്ട്ലിയായ, അവരോടൊപ്പം നിൽക്കുന്ന, അവരെ കേൾക്കുന്ന ഒരു സുഹൃത്തിനെയാണ് തേടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ബോധവൽക്കരണം നടത്താൻ പോകുന്ന നമ്മൾ ഈ പുതിയ വിദ്യാർത്ഥി തലമുറയോട് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കണം? കുറച്ചുകൂടെ സൗഹൃദപരമായിരിക്കണം, അവരോട് കേൾക്കാനുള്ള സമീപനമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ മുന്നിൽ തന്തവൈബായി മാറും എന്നുള്ളതാണ്. ആ ടേമിലൊക്കെ പ്രശ്നമുണ്ട്. അതിനെ നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതൊക്കെയാണ്. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ കുട്ടികൾ എന്താ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നേതൃത്വം പറയുന്നത്, അല്ലെങ്കിൽ പണ്ഡിത സമൂഹം പറയുന്നത് അവരൊക്കെ ഏതോ കാലത്തെ ചിന്തയാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഏതോ ബോധമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ഒരു ജനറേഷൻ അത് സ്വീകാര്യമല്ല എന്നുള്ള ഒരു ചിന്ത അവരിൽ വരാൻ സാധ്യമാകുമ്പോൾ ആ തലമുറയോട് അവരോടൊപ്പം ചിന്തിക്കുന്ന, അവരെപ്പോലെ സൗഹൃദമായ ഒരു സമീപനം വെച്ച് പുലർത്തുന്നവരായി നമ്മൾ അവരോട് മാറുകയും അവരെ കേൾക്കുകയും കേട്ടതിൽ നിന്ന് ഓരോ കാര്യങ്ങളെ തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, അതെൻ്റെ ഒരു വിമർശനമാണ്, ഇവിടെ പറയുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞൂടാ. പലപ്പോഴും പ്രബോധനത്തിൻ്റെ ഒരു ഭാഷ, അത് എല്ലാതരം പ്രബോധകരുടെയും പലപ്പോഴും ഉള്ളൊരു ഭാഷ, അത് കേവലമായ വിലക്കുകളുടെയും ഭയപ്പെടുത്തലുകളുടെയും ഒക്കെ ഒരു ഭാഷയായി മാറും. അപ്പോൾ അത്തരം പ്രബോധന ശൈലികളിൽ നിന്ന് അവരെ കുറച്ചുകൂടി അവരുടേതായ ഭാഷയിൽ സംസാരിക്കുകയും അവരെ കുറച്ചുകൂടെ പോസിറ്റീവായ ചില വശങ്ങൾ, മതത്തെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ നിർമ്മാണാത്മക കാര്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു വിശാലമായ ഒരു പോസിറ്റീവ് വശത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഭീതിതമായ ഭയാനകമായ അനുഭവങ്ങൾ വെച്ച് പറയുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പലപ്പോഴും എനിക്കിവിടെ സംഘാടകരോട് പറയാനുള്ള ഒരു കാര്യം, ഇത്തരം പ്രബോധനങ്ങൾ നാം നിർവഹിക്കുമ്പോഴും നമ്മൾ പുതിയ തലമുറയോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എല്ലാം കൃത്യമായ ആലോചനകളും കൃത്യമായ പദ്ധതികളും. ഇപ്പോൾ യൂട്യൂബിൽ ആർക്കും എന്തും പറയാം. ഇപ്പോൾ ഈ ചങ്ങാതി നേരത്തെ പറഞ്ഞ നമ്മൾ കേട്ടു, അതൊരു വശമാണെങ്കിൽ അതിന് ചില മറുവശങ്ങൾ ഉണ്ടാവുകയാണ്. മതവിശ്വാസത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ പ്രബോധനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമായി എല്ലാം യൂട്യൂബിലും മറ്റും ചില ആളുകൾ അവർക്ക് തോന്നിയതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ആ മതത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ആ മതം ഞങ്ങളെ സമീപിക്കുന്നത്. പുതിയ തലമുറയുടെ ചിന്തയെ മതവും അല്ലെങ്കിൽ സംസ്കാരവും സമൂഹവും എല്ലാം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോൾ നല്ല മനഃശാസ്ത്രപരമായ ആഴത്തിലുള്ള പഠനവും ചിന്തയും സ്വയം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ പ്രബോധകരായി മാറുക എന്നുള്ള വളരെ പ്രധാനം. ഇവിടെ ഈ സംസാരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ, ഇതിൻ്റെ സംഘാടകരെല്ലാം മനഃശാസ്ത്രപരമായാണ്, ശാസ്ത്രീയമായാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ ഒരു പ്രബോധന ഭാഷ നമ്മുടെ പരിസരങ്ങളിൽ നഷ്ടമാകുന്നു. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. അത് എന്താണ് സൃഷ്ടിക്കുന്നത്? അത് അതിൻ്റെ ഒരു
കൗണ്ടർ എഫക്റ്റാണ് സൃഷ്ടിക്കുന്നത്, അതിനൊരു മറുവശമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ആശയ പ്രചാരണങ്ങളിൽ പുതിയ വിദ്യാർത്ഥി തലമുറയുടെ വിദ്യാഭ്യാസ നിലവാരത്തിനും അവരുടെ ചിന്തയ്ക്കും അവരുടെ ബോധത്തിനും അവർക്ക് ലഭ്യമായ ആധുനികമായ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് അവർ ചെന്നെത്തി നിൽക്കുന്ന ഒരു ചുറ്റുപാടിനും അനുഗുണമാകുന്ന നിലയിൽ അവരെ നമ്മുടെ ശരിയായ ബോധത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. AI കാലത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയോട്, ടെക്നോളജിയുടെ ഏറ്റവും ആധുനികമായ സാധ്യതകൾ വെച്ച് പുലർത്തുന്ന ഒരു കുട്ടിയോട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അതെത്ര പാരമ്പര്യമാണെങ്കിലും അതെത്ര പൈതൃകമാണെങ്കിലും അതെത്ര ചരിത്രപരമാണെങ്കിലും അവരോട് ഉന്നയിക്കുന്ന ഭാഷയിൽ അവരെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയുണ്ടാവണം, ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഉപദേശികളായി മാറും. പുതിയ തലമുറയ്ക്ക് ഉപദേശം ഇഷ്ടമല്ല. ഒരു കാലത്തെ ഒരു തലമുറയ്ക്ക്, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊന്നും ഒരു പക്ഷേ നമ്മളൊന്നും കുട്ടികളായിരിക്കുന്ന സമയത്ത് വലിയ ഉപദേശങ്ങൾ സ്വീകരിച്ചവരായിരിക്കില്ല. ഉപദേശങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് അവരെ കേൾക്കുകയും അവരെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള, അവരെ നയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ തെറ്റ് കണ്ടാൽ അതിനെ തിരുത്തുക എന്നുള്ള. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ റാപ്പറുടെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റും പോലീസും സ്വീകരിച്ച കാര്യത്തിൽ ഞാൻ കാണുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം, ഒരു കഞ്ചാവ് കേസിൽ ഈ റാപ്പറെ പിടിച്ചു, അദ്ദേഹത്തിനെതിരായി വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ എല്ലാം നടന്നു, അദ്ദേഹത്തിനെതിരെ മറ്റ് ചില കേസുകളെല്ലാം ചുമത്തപ്പെട്ടു, വലിയ അദ്ദേഹം കടന്നു വരുന്ന ജാതി സമൂഹവും അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ പിന്നോക്കാവസ്ഥയും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് മറ്റ് പല തലങ്ങളിലേക്ക് ചർച്ചയെ കൊണ്ടുപോയി. അതൊരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഭരണകൂട വേട്ടയുടെ ഒരു സ്വഭാവം ഉണ്ടാക്കുന്ന നിലയിലേക്കെല്ലാം കാര്യങ്ങൾ മാറുകയും യഥാർത്ഥ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ്റും ഉന്നത രാഷ്ട്രീയ നേതൃത്വം അതിൽ സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത് അയാളെ നമുക്ക് തിരിച്ചു വേണം, അയാളുടെ കഴിവ് നമുക്ക് തിരിച്ചു വേണം, അയാൾ നല്ല പാട്ടുകാരനാണ്, നന്നായി എഴുതും, അയാൾക്ക് നന്നായി ജനതയെ പ്രചോദിപ്പിക്കാൻ അറിയാം, യുവാക്കളെ ആകർഷിക്കാൻ അറിയാം, അയാളെ തന്നെ അയാൾ പിടിക്കപ്പെട്ട വിപത്തിനെതിരായ പ്രചാരകനാക്കി മാറ്റുക എന്നുള്ളതാണ്. കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ആൾ തന്നെ ജാമ്യം കിട്ടി പുറത്തു വരുന്ന സമയത്ത് എൻ്റെ ചില ദുശീലങ്ങൾ ഉണ്ടായിരുന്നു, അത് ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, ഞാൻ ഭാവിയിൽ അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് അയാൾ തന്നെ പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു മാറ്റമുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നാം ജന്മം നൽകി ഓരോ കുഞ്ഞും ഈ സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തത്തിൽ നാം വളർത്തേണ്ട ഓരോ മുത്തുമണികളാണ്. അപ്പോൾ അവരിൽ ഉണ്ടാകുന്ന പിഴവുകളെ നാം കൈകാര്യം ചെയ്യുമ്പോൾ അവരെ ഉത്തമ പൗരരാക്കി എങ്ങനെ തിരുത്തിയെടുക്കാം എന്നുള്ളതാണ്. ശിക്ഷയുടെ അല്ലെങ്കിൽ തിരുത്തലിൻ്റെ എല്ലാം ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അതൊരു കറക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതൊരു ക്യാൻസലേഷൻ ആവരുത്, അവരുടെ ജീവിതത്തെയും ഭാവിയെയും അട്ടിമറിക്കുന്നതാവരുത്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ഒരു തവണ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരാൾ, അയാൾ സമ്പൂർണ്ണമായും സാമൂഹ്യ ഭ്രഷ്ടനാക്കപ്പെട്ടാൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏക പണി കഞ്ചാവ് വിൽക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അയാൾ പിന്നെ കൂടുതൽ അതിലേക്ക് കടക്കും, കാരണം ലൈസൻസായി. പക്ഷേ അയാളെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട്, ഒരു തവണ അബദ്ധം പറ്റി, ഇനി പറ്റാതിരിക്കാനുള്ള ജാഗ്രത സ്വീകരിച്ച് അവരെ തിരുത്തി പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു വലിയ വിപത്തിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇവിടെ സാദിഖ് പറഞ്ഞ പോലെ തന്നെ ഒരു ഉപദേശം എന്നത് അത് ഏറ്റവും പ്രായോഗികമായി അത് ആരെയാണോ ഉപദേശിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാവണം പറയേണ്ടത് എന്നുള്ളതാണ്. ഒരു ബോധവൽക്കരണ ക്ലാസ്സിന് പോയപ്പോൾ ക്ലാസ് മുഴുവൻ കഴിഞ്ഞ ശേഷം കുട്ടികൾ ചോദിച്ചു, സാർ ഈ വ്യതിരിക്തം എന്ന് പറഞ്ഞ് മനസ്സിലായില്ല, ബാക്കിയൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ ആ വാക്ക് പോലും കുട്ടികൾക്ക് അറിയില്ല. നമ്മൾ വ്യതിരിക്തരാവണം മാറി നിൽക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കുട്ടികൾക്ക് ആ ഭാഷ അറിയില്ലെങ്കിൽ അവരുടെ ഭാഷയിലേക്ക് മാറി ആ ഉപദേശങ്ങൾ തുടരുക തന്നെയാണ് നമ്മൾ വേണ്ടത്. ഒരിക്കലും ഉപദേശം കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് തന്തവൈബ് എന്നുള്ള പേരടക്കം വന്നത്. തന്തവൈബ് ഉള്ളതുകൊണ്ട് കുട്ടികൾ തന്തവൈബാണെന്ന് പറയുന്നത് കൊണ്ട് അത് തന്തവൈബായി പോകുമോ എന്ന് പേടിച്ച് മാറി നിൽക്കുകയല്ലല്ലോ നമ്മൾ വേണ്ടത്. സാദിഖ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാഷ മാറ്റി മതപരമായി നോക്കുകയാണെങ്കിൽ അദ്ദീനു നസീഹ, നമ്മൾ പറയുന്ന മതം അത് ഗുണകാംക്ഷയുടെ ഭാഷയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അത് കുട്ടികളെന്നല്ല, ഏത് തിന്മ ചെയ്യുന്ന വ്യക്തിയെയും നല്ല കൈ പിടിച്ച് അവരെ വളരെ മാന്യമായി ഗുണകാംക്ഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇവിടെ പരിഹാരങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായും ലഹരിയുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്. നേരത്തെ പറയപ്പെട്ട എല്ലാവരും ഒരുപോലെ തന്നെ ഐക്യപ്പെട്ട വിഷയമാണ്. ധാർമ്മിക ബോധം കുട്ടികളിൽ പകർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്നുള്ള ബോധ്യം അവർക്ക് പകരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പരിഹാരത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് തന്നെ നവാസ്കരിക്ക് അവസാനമായി എന്താണ് പരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളതെന്ന് ചേർക്കാനുള്ള കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയാണ്. അല്ല, പരിഹാരവുമായി ബന്ധപ്പെട്ടാണ് തുടക്കം മുതൽ നമ്മൾ ചർച്ച ചെയ്ത് വെച്ച ഒരു കാര്യം. ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾ മൈത്രേയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വീഡിയോ കാണിച്ചു. ഞാൻ നേരത്തെ പരാമർശിക്കപ്പെട്ട വ്യക്തി അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു വാദം ഷബാസിനോട് ചോദിക്കാനുള്ളത്, മദ്യം ലഹരിയാണോ?
തീർച്ചയായും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ കഞ്ചാവിനെ ലീഗലൈസ് ചെയ്ത പ്രശ്നം തീർന്നില്ലെന്ന്. അതല്ലേ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം ഒരു ലഹരിയാണ്. എങ്ങനെ കഞ്ചാവിനെ എതിർക്കുന്നു അതുപോലെ എതിർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ ഇതിന് പരിഹാരമുണ്ട്, ഇത് ലീഗലൈസ് ചെയ്താൽ പോരെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിലെല്ലാവരും പ്രതികളാണ്. അത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായി അവൈലബിലിറ്റി ആക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വന്നൊരു വാർത്ത സജ്ജണ്ടാവും. ഈ നമ്മുടെ IT പാർക്കുകളിലൊക്കെ സ്പെഷ്യൽ ബീവറേജ് കോർപ്പറേഷൻ്റെ കൗണ്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചു. IT പാർക്കുകളിലൊക്കെ സ്പെഷ്യലായി തുറക്കാം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? നമ്മൾ പറയുന്ന IT സ്റ്റുഡൻസിനാണ് നമ്മളെ വാദം. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൗമാരക്കാരാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, അവർക്ക് ലീഗലൈസ് ആയ മദ്യം കൊടുക്കുക, എന്നാൽ അവർ മറ്റിലേക്ക് പോകില്ലല്ലോ എന്ന്. മൈത്രേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഈ സിസ്റ്റം അനുനയിക്കുന്നൊരു വാദമാണ് എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാദത്തോട് കൂടെ നിൽക്കുക എന്നുള്ളതല്ല. ആ വാദം തന്നെ സിസ്റ്റം തെറ്റായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ പരിഹാരമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം എന്ന നിലക്കാണെങ്കിൽ ഇതിൻ്റെ ഉറവിടങ്ങളെ തടുക്കാൻ വേണ്ടി കഴിയണം. അത് കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം മുൻപ് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് താഴെ ഇറങ്ങുമ്പോൾ 29 മദ്യഷോപ്പുകളാണ്, 5 സ്റ്റാർ ബാറുകളാണ് കേരളത്തിലുള്ളത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ശംസുദ്ദീൻ്റെ ചോദ്യത്തിന് ഗവൺമെൻറ് പറഞ്ഞ മറുപടി 829 ബാറുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഏതൊരു ലഹരി ആയാലും ഇതിനെ ലഭ്യത കുറയ്ക്കണ്ടേ, ഉറവിടങ്ങൾ തടയുക, ലഭ്യത കുറയ്ക്കുക. ഇത് തന്നെയാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഉപയോഗിക്കാതിരിക്കാനുള്ള എൻ്റെ ധാർമ്മികമായ പരിസരത്തെ ഞാൻ റെഡിയാക്കാം. എന്നാൽ എൻ്റെ ഇത് ലഭ്യത കുറവ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രാസലഹരികൾ എന്ന് വിളിക്കപ്പെടുന്ന സോക്കാൾഡ് സാധനങ്ങൾ, അത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ചർച്ചയാകുന്നത്? അത് ലഭ്യമാകാൻ പാടില്ല കേരളത്തിൽ. അത് ഇന്ത്യയിൽ ലഭ്യമായാൽ ആരാ ഉത്തരവാദി? നാളെ പെരിന്തൽമണ്ണ ടൗണിൽ 1.5 കിലോ കഞ്ചാവ് പിടിച്ചു. നമുക്ക് എല്ലാവരും ഇതിനെതിരെ പോരാട്ടം നയിക്കാം. അത് പിടിച്ച ആരാ ലഭ്യമാകാത്തൊരു സാധനം ഇവിടെ ലഭ്യമായാൽ അതിന് ഉത്തരവാദി ആരാണ്? സിസ്റ്റമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റാണ്, സിസ്റ്റമാണ് അതിന് ഉത്തരവാദി. അപ്പോൾ സിസ്റ്റം ഭയങ്കരമായി നമ്മളെക്കാൾ കൂടുതൽ സിസ്റ്റം അവെയർ ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളൊക്കെ തെരുവിലുണ്ട്. പക്ഷേ നമ്മളെക്കാളൊക്കെ കൂടുതൽ സിസ്റ്റമാണ് അതിൽ അവെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സാദിക്ക് 1-ലധികം തവണ പറഞ്ഞു നമ്മൾ റാപ്പറെ പിടിച്ചു, സിനിമാ നായകനെ പിടിച്ചു. ഞാനൊരു ചർച്ചയിൽ ഒരു തവണ ഈ വാദ്യം ഉന്നയിച്ചതാണ്. ഇവരൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു BGM ഇടാനുള്ള 30 സെക്കൻഡ് വീഡിയോ മാത്രമാണോ? സ്വാഭാവികമായി പ്രതിപക്ഷ പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ചോദ്യം അതിനെ കാണാം. അതിനപ്പുറത്തേക്ക് ഇത് എവിടേക്കാണ് പോകുന്നത്? ഞാൻ പറയുന്നത് ഇത് ഒരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെൻറ് കുഴപ്പമെന്നുള്ള മാത്രമല്ല, ഇതിനകത്തൊരു ബ്യൂറോക്രസി ഉണ്ടല്ലോ. ഇതിനകത്ത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊന്നും എല്ലാ സമയത്തും എപ്പോഴും ഒരു ഗവൺമെൻറ് മിഷനറിക്ക് പിടിക്കാൻ പറ്റിക്കോളൊന്നുമില്ല. അപ്പോൾ ഈ ഞാൻ ചോദിച്ച ചോദ്യം ഈ ആയിഷ സുൽത്താൻ തസ്ലീമ സുൽത്താനയിൽ നിന്ന് ഈ സാധനം ഈ റാപ്പർക്ക് ഉൾപ്പെടെ കിട്ടിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ എവിടെയാണ് ഈ സാധനം? ആ ചോദ്യം ഇപ്പോഴും ഒരു ഉത്തരവില്ലാത്ത ചോദ്യമായി കിടക്കുകയാണ്. ഇപ്പോൾ 2 കിലോ സ്വർണവുമായി ഇത് ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗുമായി കൊണ്ടോട്ടി എയർപോർട്ട് പരിസരത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചെറുപ്പക്കാരനെ പിടിച്ചു. ഞങ്ങൾ ഇന്ന് വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യ അയാളെ ഡൈവേഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പേപ്പർ ഒപ്പിടാൻ ജയിലിലേക്ക് കൊണ്ടുപോകാൻ അവിടെ എത്തിയ സാധനം. ആ ചെറുപ്പക്കാരിൽ നിന്ന് അന്വേഷണത്തിന് ഏകദേശം 3 മാസമായി. അതിന് മുകളിൽ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. 3.5 മാസമായി അയാൾ ജയിലിലാണ്. അത് അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സിസ്റ്റത്തിന് ഇതിൽ വലിയ റോളുണ്ട്. ലഭ്യമല്ലാത്തൊരു സാധനം ലഭ്യമാകുമ്പോൾ അതിൽ കുറ്റമാക്കേണ്ടത് കൊണ്ടുവരുന്നവർ കുറ്റക്കാരാണെങ്കിൽ ആ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന സിസ്റ്റം കുറ്റക്കാരാണ്. ഇതിന് ലഭ്യത കുറയ്ക്കേണ്ട സിസ്റ്റം ലീഗലൈസ് ചെയ്ത് ലഭ്യമാക്കുന്നതും കുറ്റമാണ്. ആ ലീഗലൈസ് ചെയ്ത ലഹരിയും കുറയ്ക്കപ്പെടണം. നിയമപരമായി കൊണ്ടുവരാൻ പാടില്ലാത്ത ലഹരികൾ അത് വരാൻ പാടില്ല. അത് സിസ്റ്റം വളരെ കൃത്യമായി അതിനെ തടുത്തു നിർത്തണം. ഇനി അത് വന്നാൽ അത് വന്ന ഉറവിടം തേടി അതിനെ റദ്ദ് ചെയ്യപ്പെടാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഈ പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കേണ്ടതൊന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഈ വിഷയത്തിലുണ്ട്. വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട്, എല്ലാ മതസംഘടനകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ സൂംബ ഡാൻസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അത് എത്ര കൊണ്ട് ശരി തെറ്റുന്നതല്ല, എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ വാതിലും അടയ്ക്കേണ്ടവർ അത് അടയ്ക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം അത് ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതെന്ന് പറയും. തീർച്ചയായും ഇതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മുടെ സിസ്റ്റത്തിനും അതിലുള്ള റോള് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അത് നിർവഹിക്കാത്തടത്തോളം കാലം ഇതിന് ലഭ്യത ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ സൂചിപ്പിച്ചു വെച്ചത്. അഭിജിത്തേട്ടനിലേക്ക് പോവുകയാണ്. ചുരുങ്ങിയ ചില വാക്കുകൾ കൊണ്ട് അവസാനമായ ചില കാര്യങ്ങൾ. അല്ല, പറഞ്ഞത് അത്രയും നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾ എവിടെയും ലഹരി നോർമലൈസ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള വാദമാണ് ഉയരുന്നത്. എവിടെയെങ്കിലും ലഹരി നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനി ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. ലഹരി, ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഈ നാടിനെ നശിപ്പിക്കുന്ന ഭീകരവാദം പോലെ തന്നെ
നമ്മളുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് ലഹരി എന്ന് പറയുന്ന വലിയ വിപത്ത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുക, നമ്മളുടെ അറിവിൽ, നമ്മളുടെ പരിചയത്തിൽ, നമ്മളുടെ ബന്ധത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ നിയമപരമായ ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ, നേരത്തെ സാദിക്ക് പറഞ്ഞല്ലോ, തിരുത്താനുള്ള അവസരം ഇതൊക്കെ തന്നെയാണ്. അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ, അവരെ എന്താ പറയുക, പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ളതല്ല, നിയമത്തിന് മുൻപിൽ അവരെ വിധേയരാക്കി തിരുത്താനുള്ള ഒരവസരം കൊടുക്കാൻ. വീണ്ടും അത് ആവർത്തിച്ചാൽ പിന്നീട് ഒരിക്കലും അത്തരമൊരു അവസ്ഥയിലേക്ക് അവന് പോകാനുള്ള സാഹചര്യമില്ലാത്ത രീതിയിൽ നിയമത്തിൽ കാതലായ മാറ്റം വരുത്താൻ ഇപ്പോഴും നമ്മളുടെ നിയമത്തിൽ പല പഴുതുകളുണ്ട് ഇത്തരം ആളുകൾ രക്ഷപ്പെട്ട് മുൻപോട്ട് പോകാൻ. ഇപ്പം JJ ആക്ട് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകൾ ഇല്ലാതാക്കാൻ സിസ്റ്റം ക്രിയാത്മകമായി സിസ്റ്റത്തിൻ്റെ കൂടെ ഈ നാട് ഒന്നിച്ചു നിൽക്കുക, ലഹരി എന്ന് പറയുന്നത് നാടിൻ്റെ പൊതുശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള പോരാട്ടം നയിക്കുക. അത് നമ്മളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുക. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അത് ഭരണകൂടവും എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തിരുത്താൻ ആ സിസ്റ്റവും തയ്യാറാവുക എന്ന് മാത്രം പറയുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വാക്കിലല്ല പ്രവർത്തിച്ചുകൊണ്ട് കാണിക്കാം. അതിൻ്റെ പരിഹാരത്തിൻ്റെ വലിയ വേദിയായി ഈ സമ്മേളനം മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. തീർച്ചയായും ഇത്തരം പരിഹാര നിർദ്ദേശങ്ങൾ നമുക്ക് വലിയ പ്രോത്സാഹനമാണ്. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ, നേതാക്കന്മാരാണ് നമ്മോട് ചില ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പല നിർദ്ദേശങ്ങളും സൂചിപ്പിച്ചത്. ഇതിൽ സ്വാഭാവികമായും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമ്മളെല്ലാവരും കോമണായി യുണൈറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലഹരി ഒരു വില്ലൻ തന്നെയാണ്. മതം പറയുന്നത് പോലെ തന്നെ ലഹരി അത് തിന്മകളുടെ വാതിലാണ്. അത് ഏത് വിഷയമായിക്കോട്ടെ, എത്ര നിസ്സാരമായി നമ്മൾ കാണുന്നതാണെങ്കിൽ പോലും അത് നമ്മളെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിലേക്കും പര്യവസാനത്തിലേക്കും എത്തിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഈ ഒരു പാനൽ ചർച്ച നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഏതാനും ചില സൂചകങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കാനായി വിശ്വം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബഷീർ VP ക്ഷണിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ ഈ ഒരു പ്രോഗ്രാം വേറിട്ട് നിൽക്കുന്നത് ഇത് പരിഹാരങ്ങൾ ഉറക്കെ പറയുവാനുള്ള പ്രോഗ്രാമാണ് എന്നതാണ്. പരിഹാരങ്ങളുടെ ഒരു കാര്യത്തിലേക്ക്, നമ്മളതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ പരിഹാരങ്ങളുമായി മുന്നോട്ട് വരണം എന്നതാണ്. രക്ഷിതാക്കൾക്കാണ് കൃത്യമായി ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ റോൾ നിർവഹിക്കാനുള്ളത് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. എണ്ണി പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾ അവരുടെ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഏത് സമയമാണ്, എത്ര സമയമാണ് അവരെടുക്കുന്നത്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുവാൻ എത്ര സമയമെടുക്കുന്നു, അതുപോലെ തന്നെ സ്കൂളിലേക്ക് പുറപ്പെടുന്നത് എത്രത്തോളം നേരത്തെയാണ് എന്നു തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാകുന്നത് തീർച്ചയായും നല്ലതാണ്. ഒരുപാട് സമയം അവർ സ്കൂൾ വിട്ടതിന് ശേഷവും വൈകിയാണ് അവരെത്തുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ അവർക്ക് നാം നൽകുന്ന പോക്കറ്റ് മണി എന്ന് പറയുന്നത് അത് അമിതമായി നൽകുക, നമ്മുടെ കുട്ടികളോട് നമുക്ക് സ്വാഭാവികമായും ഇഷ്ടമുണ്ടാകും. എന്നാൽ ആ ഇഷ്ടം അധികമായി പണം നൽകിക്കൊണ്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആ പണത്തെ അവർ ദുരുപയോഗം ചെയ്യുന്നത് ഒരുപക്ഷെ ലഹരിയുടെ വഴിയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പോക്കറ്റ് മണി നൽകുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, വാങ്ങിക്കൊടുക്കണം. പക്ഷേ അവർക്ക് നൽകുന്ന പോക്കറ്റ് മണി ലിമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ബാഗ്, പേഴ്സ് തുടങ്ങിയ അവരുടെ വസ്തുക്കൾ അതെല്ലാം നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ശ്രദ്ധിക്കുകയും പിന്നെ ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു തോന്നൽ നമ്മുടെ കുട്ടികൾക്ക് വരുത്തി തീർക്കുകയും പ്രായോഗികമായി അത് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്യണം എന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചൊരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. ആ ഫ്രണ്ട്സിനെ കുറിച്ച് അവരോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടപഴകിക്കൊണ്ടിരിക്കണം, സംസാരിച്ചു കൊണ്ടിരിക്കണം, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. സ്വാഭാവികമായും അവരല്ലാത്ത, അതല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുട്ടികളല്ലാത്ത മറ്റാരെങ്കിലും, അപരിചിതരായ ആരെങ്കിലും നമ്മുടെ കുട്ടികളുമായി സംസാരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും അതാരാണ് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരോട് നല്ലൊരു ബന്ധം നമ്മുടെ രക്ഷിതാക്കൾ തീർച്ചയായും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കേവലം ഒരു PTA മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക എന്നതിനപ്പുറം ഒരു നൈരന്തര്യം ആ വിഷയത്തിൽ ഉണ്ടാവുകയും നമ്മുടെ കുട്ടികളിലെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ അറിയുന്നു എന്നൊരു ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നമ്മൾ വേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ചർച്ചകളിൽ പലപ്പോഴായി പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ദൈനംദിന
കാര്യങ്ങളെക്കുറിച്ച് ഒരു ഷെയറിങ് യഥാർത്ഥത്തിൽ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഒരു പ്രചോദനവും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാനുള്ളൊരു വഴിയുമാകും എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ വില്ലനാക്കി മാറ്റാൻ പ്രേരകമാകുന്ന മൊബൈൽ ഫോൺ, അതിൻ്റെ ഒരു നിയന്ത്രണം നമ്മളാൽ കഴിയും വിധം നമ്മൾ നടപ്പിലാക്കണം. ഒരുപാട് ഇത്തരം വഴികളിലേക്ക് എത്തിച്ചേരാനുള്ള സ്രോതസ്സുകൾ യഥാർത്ഥത്തിൽ മൊബൈൽ ഫോൺ വഴി ലഭ്യമാകുന്നു എന്ന ചർച്ചയിൽ വന്നത് നാം ശ്രദ്ധിക്കുകയുണ്ടായി. ആ ഒരു വിഷയത്തിലൊരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരണം എന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ ഈ ചർച്ച ഏറ്റവും ഉറക്കെ പറഞ്ഞത് ഇതിനുള്ള ഏറ്റവും ഒന്നാമത്തെയും പ്രാധാന്യമേറുന്ന പരിഹാരവും ധാർമ്മികത നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നതു തന്നെയാണ്. ഈ സംസാരത്തിൻ്റെ ഈ ചർച്ചയുടെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരോടും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നതാണ്. ഈ നാട് ലഹരിയിൽ മുങ്ങിയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് നാം എത്തേണ്ടതില്ല എന്നാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം ഈ ഒരു ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ഏറ്റെടുത്ത് വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, അവർ ആ ഒരു ജനത എന്ന് പറയുന്നത് ലഹരിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന ദൗത്യവുമായി കടന്നു വരുന്നത്. ആ ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്, ആ ജനതയുടെ കവിതകളിൽ മദ്യത്തിൻ്റെ വർണ്ണനകൾ കാണുമ്പോൾ ആ ജനത എത്രത്തോളം മദ്യത്തോട് അനുകമ്പയുള്ളവരായി ഇരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു മുന്തിരിവള്ളി നടണമെന്ന് ആഗ്രഹിച്ചിരുന്ന, മരണത്തിനപ്പുറവും കള്ളിൻ്റെ ആസ്വാദനം അതുവഴി കിട്ടും എന്ന പ്രത്യാശയുണ്ടായിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വരുന്നത്. ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സമ്പൂർണമായ ലഹരിയുടെ മദ്യത്തിൻ്റെ നിരോധനം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന ഏക വ്യക്തിയെ നമുക്ക് തീർച്ചയായും കാണാൻ കഴിയുന്നത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തെ പൂർണ്ണമായും സമ്പൂർണമായ ലഹരി മുക്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, സിന്തറ്റിക് ലഹരികൾ പാടില്ല, എന്നാൽ മറ്റു മദ്യങ്ങളാകാം എന്ന അവസ്ഥയിലല്ല, മറിച്ച് ലഹരികളെല്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതാണ്. ലഹരികളെല്ലാം അതെത്ര ചെറുതാണെങ്കിലും ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, ഹറാമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആശയം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ലഹരിയുടെ അടുക്കലേക്ക് വരിക പോലും ചെയ്യാത്ത വിധം ആ ഒരു ജനതയെ പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് പകർന്നു നൽകുക വഴി തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു എന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷം നീണ്ടു നിൽക്കുന്ന പ്രബോധന കാലയളവിൽ ആദ്യഘട്ടങ്ങളിൽ അവർക്ക് നൽകിയിരുന്നത് ലഹരിയും അതുപോലെ തന്നെ മദ്യവും വേണ്ട എന്ന ഒരു ആശയമായിരുന്നില്ല. മറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ ആദ്യം അവതരിപ്പിച്ച ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആദ്യം ഈ കാര്യങ്ങളൊന്നും വേണ്ട എന്നതല്ല പറഞ്ഞിരുന്നത്, മറിച്ച് ആദ്യഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ആ ഒരു ജനതയ്ക്ക് കൈമാറിയത്. അതുപോലെ തന്നെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ജീവിതം നശ്വരമാണ്. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അനശ്വരമായ അനന്തമായ മറ്റൊരു ജീവിതത്തിലേക്കുള്ള കവാടം മാത്രമാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് മരണത്തിനപ്പുറമുള്ള അനന്തമായ അനശ്വരമായ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. ആ ജീവിതത്തിലെ മോക്ഷമാണ് യഥാർത്ഥ മോക്ഷമെന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നൽകുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ചെയ്തു വന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച ആയത്തുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതും അത് തന്നെയാണ്. അങ്ങനെ ആ ഒരു ജനതയെ ആ ഒരു ബോധതലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു വെച്ചത്. അങ്ങനെ തഖ്വയുടെ ഒരു സൂക്ഷ്മതയുടെ മാനസികാവസ്ഥയിലേക്ക് അവരെത്തുക വഴി സ്വാഭാവികമായും പിന്നീട് അവരിൽ നിന്ന് തന്നെ ഒരു ചിന്ത ഉയരുകയാണ്. ഈ ഒരു ലഹരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്നത് ഇത് ദൈവേച്ഛയ്ക്ക് നിരക്കാത്തതാണല്ലോ എന്ന് ആ ഒരു ഘട്ടത്തിൽ അവർക്ക് പിന്നെ ബോധം സ്വാഭാവികമായും ഉള്ളിൽ നിന്ന് വരികയാണ്. തഖ്വയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചിന്തയാണ്. ആ ഒരു ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്ന, മദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജനതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജനത വളരെ വേഗത്തിൽ അത് സ്വീകരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ മദ്യത്തിൽ ലഹരിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആ ഒരു ജനത മദ്യത്തിന്റെയും ലഹരിയുടെയും
പാത്രങ്ങൾ തച്ചുടച്ച് അതിനോട് പൂർണ്ണമായും നോ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു എന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ നിലനിൽക്കെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് മുമ്പിലും വഴികളുണ്ട്. ആ ഒരു വഴി എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമേറുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഈ ഒരു സമൂഹത്തിന്, യുവാക്കൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുക എന്നതു തന്നെയാണ്. ധാർമ്മികതയിലേക്ക് നമ്മുടെ മക്കളെ, ഈ ഒരു ജനതയെ തിരിച്ചു വിളിക്കുക തന്നെയാണ് ഇതിൽ ഏറ്റവും മുഖ്യമായ പരിഹാരം എന്നതു തന്നെയാണ് ഈ ഒരു ചർച്ചയുടെ കൺക്ലൂഷനിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ ആ ഒരു ധാർമ്മികതയിലേക്ക് ഈ വിദ്യാർത്ഥി സമൂഹത്തെ തിരിച്ചു വിളിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്ത ദൗത്യ നിർവഹണമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ ഇവിടെ നിർവഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാവരും അണിചേരണം എന്ന് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലഹരി അതിൻ്റെ പരിഹാരത്തിൻ്റെ വർത്തമാനങ്ങൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കാരണം ഇതൊരിക്കലും മറവിയുടെ ഒരു കൊട്ടയിലേക്ക് പോകേണ്ട ചില വർത്തമാനങ്ങളല്ല. നമ്മളേവരും ഒന്നിച്ച് ഏറ്റെടുക്കുന്ന, സമൂഹം ഒന്നിച്ച് ഈ വിഷയത്തിനുള്ള പരിഹാരം ആരായുന്ന ഒരു ഘട്ടമാണ്. ഇവിടെ സാദിഖ് പറഞ്ഞതുപോലെ തന്നെ ഈ ലഹരിക്കുള്ള പരിഹാരം ആദ്യമായി അദ്ദേഹം പറഞ്ഞത് സുഹൃത്തുക്കൾ പ്രധാന കാരണമായിരുന്നു. കുട്ടികൾ, മതരാഷ്ട്രീയ കൂട്ടായ്മകൾ, അതിൽ നിന്ന് മാറി നിൽക്കുന്ന അരാഷ്ട്രീയ ബോധമുണ്ടാവുക എന്നൊരു വലിയ വിഷയമാണ്. വെറുതെ ഇരിക്കാതിരിക്കാൻ സ്പോർട്സ് പോലെയുള്ള ആക്ടിവിറ്റികൾ അവർക്ക് പകർന്നു കൊടുക്കാം. സർക്കാരിൻ്റെ അത്തരം ശ്രമങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ നവാസ്ക പറഞ്ഞതുപോലെ മാനസിക പ്രശ്നങ്ങൾ പലപ്പോഴും ലഹരിയിലേക്ക് കുട്ടികൾ എത്തിക്കാൻ കാരണമാകുന്നു. അവിടെ കുടുംബമാണ് അത്താണി. ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് പരിഹാരം. അതുപോലെ ലിബറൽ ആശയങ്ങൾ വളരെ ബോധപൂർവം ഇൻജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കയ്യോടെ പിടികൂടേണ്ടതുണ്ട്. അതോടൊപ്പം സൂചിപ്പിച്ചത് ഉറവിടങ്ങളെ, അതിൻ്റെ സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലും നമ്മൾ ഏറ്റവും മുമ്പിലുണ്ടാവണം. ലഹരി അത് എവിടെ നിന്ന് വന്നാലും, അത് എത്ര ആളുകൾ അത് ചെയ്യുന്നതാണെങ്കിൽ പോലും ധാർമ്മിക ബോധമുള്ളവരാവുക എന്നത് തന്നെയാണ് പരിഹാരമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അഭിജിത്ത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ലഹരി അതിൻ്റെ വിപണനം നിയമപരമായി തന്നെ നേരിടണം. എങ്ങനെ ഭീകരവാദത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നോ അതേപോലെ തന്നെ അതുപോലെ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ വിവിധ സ്കൂളുകളുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് അങ്ങനെ കപട രൂപത്തിലൊക്കെ അത് വ്യാപിക്കുന്ന രൂപം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിലും നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. ലഹരിയെ നോർമലൈസ് ചെയ്യുന്ന, സ്വാഭാവികവൽക്കരിക്കുകയും ന്യായീകരിക്കുകയും അവകാശവാദമായി പറയുന്ന ആളുകളെയും നമ്മൾ കയ്യോടെ പിടികൂടേണ്ടതുണ്ട്. അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഉത്തരവാദിത്ത നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വിസ്ഡം സ്റ്റുഡൻസിനോട് മുന്നോട്ട് വയ്ക്കുന്നതും ലഹരിക്കെതിരെയുള്ള അത്തരം ശക്തമായൊരു പോരാട്ടത്തിന് നമ്മളെല്ലാം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നാടും സമൂഹവും ഒന്നടങ്കം ഏറ്റെടുക്കുക എന്നത് തന്നെയാണ്. ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന തലക്കെട്ടിൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ രാവിലെ മുതൽ ആരംഭിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് ഒരിക്കൽ കൂടി ഈ ശബ്ദം കേൾക്കുന്ന, ഇവിടെ നേരിട്ടും അല്ലാതെ ഓൺലൈനിലും ഒക്കെ കേൾക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ്സിന് മുകളിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഒരിക്കൽ കൂടി ആ ഒരു പ്രോഗ്രാമിലേക്ക്, മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സയ്യിദ് സാദിഖ്, അതുപോലെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, അതുപോലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി KM അഭിജിത്ത്, വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബഷീർ VP, അതുപോലെ ഇത് കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.